ഇന്ത്യ ഗേറ്റിലെ മറ്റേ മതിലില്ലല്ലോ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ പിസ്സ ഗേറ്റിൽ എന്തെങ്കിലും ഇല്ലാത്തതുണ്ടോ എന്ന് നോക്കിയാൽ ഒന്നും ഇല്ലാത്തതില്ല. ഇതിലൊരു ലോഡ് സംഭവങ്ങളുണ്ട്. ഗ്ലോബൽ എലീറ്റ്സ് ഉണ്ട്, ചൈൽഡ് സെക്സ് ട്രാഫിക്കിംഗ്, ഒരു സീക്രട്ട് സൊസൈറ്റി ഉണ്ട്, ചൈൽഡ് സാക്രിഫൈസ് ഉണ്ട്, അതുപോലെ ഒരു ലിറ്ററലി ഒരു പിസ്സ ഷോപ്പ് ഉണ്ട്, അതേപോലെ അമേരിക്കൻ എലക്ഷൻ എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ്, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഡൊണാൾഡ് ട്രംപ് ഉണ്ടല്ലോ, ഡൊണാൾഡ് ട്രംപ് ആശാനായത് എങ്ങനെയാണ്, ആദ്യത്തെ ആ എലക്ഷൻ ജയിച്ചിട്ടല്ലേ, അത് ജയിക്കാനുള്ള കാരണം വരെ ഈ പിസ്സ ഗേറ്റിലെ ഈ ഒരു കോൺസ്പിറസിയും അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊക്കെയാണ് ഇതിൻ്റെ എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇത്ര വലിയൊരു സംഭവം പിസ്സ ഗേറ്റ്? പിന്നെ വേറൊരു കാര്യം, ഈ ഗേറ്റ് എന്ന് ഈ അമേരിക്കയിൽ നടക്കുന്ന എല്ലാ സ്കാൻഡൽസിനെയും ഗേറ്റ് ചേർത്തി പറയും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചെറിയൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. വാട്ടർ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് പണ്ട് അമേരിക്കയുടെ റിച്ചാർഡ് നിക്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കൻ പ്രസിഡൻറ്റ് റിസൈൻ ചെയ്യേണ്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. വാട്ടർ ഗേറ്റ് എന്നാണ് ആ ഒരു സ്കാൻഡലിനെ അവർ വിളിക്കുക. അതിനുശേഷം പിന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇപ്പോൾ റഷ്യ ഗേറ്റ്, പിസ്സ ഗേറ്റ്, അങ്ങനെ എന്ത് ഇഷ്യൂ ഉണ്ടായാലും അവസാനം ഒരു ഗേറ്റ് ചേർത്തിട്ട് അവർ പറയലുണ്ട്. അത് ആ ഒരു കാരണം കൊണ്ടാണ്. വാട്ടർ ഗേറ്റ് കോംപ്ലക്സിൽ ഒരു മോഷണ ശ്രമത്തിൽ നിന്നാണ് ആ ഒരു കോൺസ്പിറസി ആയിരുന്നു ആദ്യം, പിന്നെ അത് സത്യമായി ശരിക്കുള്ളൊരു സംഭവമായി അവസാനം പ്രസിഡൻറ്റ് രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ അത് പണ്ടത്തെ ഒരു സംഭവമാണ്. ഈ കോൺസ്പിറസീസൊക്കെ ശരിക്കും റിയൽ ആവുന്ന ഒരു സംഭവമില്ല, അങ്ങനെ പണ്ട് നടന്ന ഒരു കാര്യമാണ്. അമേരിക്കൻ പ്രസിഡൻ്റൊക്കെ ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്ന ഒരു കാലത്ത് അങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്തത് കൊണ്ട് അയാൾക്ക് രാജിവെക്കേണ്ടി വന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇപ്പൊക്കെ സാധാരണ ഒരു സംഭവമാണ് ഈ സ്പൈയിങ് ഡിവൈസ് വെക്കില്ലേ, അതായത് പുള്ളിയുടെ പാർട്ടി ഓഫീസിൽ തന്നെ ഈ സ്പൈയിങ് ഡിവൈസസ് വെച്ചു. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഇനിയും അടുത്ത ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇപ്പൊക്കെ എല്ലാവരും മൊബൈലിൽ സാധനം ഫുൾ ടൈം കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ വലിയ സംഭവമില്ല, പണ്ടത്തെ ഭയങ്കര സംഭവമായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇങ്ങനൊരു സംഭവം, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പറഞ്ഞെന്നുള്ളൂ. പിസ്സ ഗേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഈ പിസ്സ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസ്പിറസി ഉണ്ട്. 2016 ആ ഒരു കാലഘട്ടത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസിക്കലി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീക്രട്ട് സൊസൈറ്റി ഉണ്ട്. അവർ ഒരു ചൈൽഡ് സെക്സ് ട്രാഫിക്കിംഗ് ചെയ്യുന്നുണ്ട്. അത് ഈ വലിയ സെലിബ്രിറ്റീസിന് വേണ്ടിയിട്ടും ഈ പൊളിറ്റീഷ്യന്മാർക്ക് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് ആദ്യമായിട്ട് പുറത്തു വന്ന ഒരു സംഭവമാണ്. നമ്മുടെ ജെഫ്രി എപ്സ്റ്റീനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുമോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് തോന്നും. അവിടെയാണ് നമ്മുടെ ജെഫ്രി ആശാൻ വരുന്നത്. ജെഫ്രി എപ്സ്റ്റീൻ എന്താ ചെയ്തത്? ഇവർ ഈ പറയുന്ന കാര്യം തന്നെയാണ് ഇപ്പം നമ്മളിപ്പോൾ പറയാൻ പോകുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ് ജെഫ്രി എപ്സ്റ്റീൻ ചെയ്തത്. അതൊക്കെ പിന്നീടാണ് ഇപ്പോൾ പുറത്ത് വന്നതും പുള്ളി മരിച്ച അതിനെക്കുറിച്ചുള്ള കോൺസ്പിറസീസും കാര്യങ്ങളൊക്കെ എപ്സ്റ്റീൻ്റെ ഫയൽ എവിടെയെന്നൊക്കെ ചോദിച്ച് വരുന്നതൊക്കെ പിന്നീടാണ്. അതിനൊക്കെ മുന്നേ ഒരുപാട് വർഷമല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ 2016 ആൾക്കാർ ഇങ്ങനെ ഒരു പാറ്റേൺ ഇങ്ങനെ കാണുകയാണ്. അതായത് ഒരു ടോപ്പിക്കിനെ കുറിച്ച് നോക്കുമ്പോൾ അതിൽ ഒരുപാട് ചോദ്യങ്ങൾ. ഇതെന്താ ഇയാൾ ഇങ്ങനെ ചെയ്യുന്നത്, വൈ ദിസ് ഗൈ ഈസ് ഡൂയിങ് ദാറ്റ്, അങ്ങനെ പല ചോദ്യങ്ങൾ ആൾക്കാരിങ്ങനെ ചോദിച്ച് തുടങ്ങി. പക്ഷെ തുടങ്ങിയത് ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ആർക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൊണാൾഡ് ട്രംപിന് കിട്ടി. അപ്പോൾ അത് കാരണം ആൾക്കാർ ചിലപ്പോൾ പറയും, ഈ പിസ്സ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ റൈറ്റ് വിങ് ആൾക്കാരുടെ ഒരു കോൺസ്പിറസിയാണ്, ഇതൊന്നും ഉള്ളതല്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു എല്ലാവരും. കാരണം ആ ഒരു പൊളിറ്റിക്കൽ ഒരു അഡ്വാൻറ്റേജ് ഇപ്പോൾ ഇവർക്ക് കിട്ടിയല്ലോ, ഡൊണാൾഡ് ട്രംപിന് ഈ ഒരു പ്രശ്നം, ഈ പിസ്സ ഗേറ്റ് ഇഷ്യൂ കാരണം, ഈ ഒരു കോൺസ്പിറസി കാരണം കിട്ടി. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, ഇത് വെറുതെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവിടെയാണ് നമ്മൾ ഇതിൻ്റെ റിസൾട്ട് ആർക്ക് ഇത് കാരണം ലാഭം ഉണ്ടായി എന്നവിടെ നിൽക്കട്ടെ. എന്താണ് ഈ പ്രശ്നം, എന്താണ് ഈ പിസ്സ ഗേറ്റ്, അതാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് അറിയാം ഇത് കാരണം കുറേ പേർക്ക് ലാഭവും നഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താണ് ഈ പിസ്സ ഗേറ്റ് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ
കാര്യങ്ങളാണ്, എന്തെങ്കിലും ചുമ്മാ ഒരു കോൺസ്പിറസി ആണോ, അതോ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഫാക്ട്സ് ഉണ്ടോ? ഓക്കെ, അതാണ് നമ്മളിവിടെ നോക്കുന്നത്, അതാണ് ശരിക്കും നോക്കേണ്ടത്. ഈ പൊളിറ്റീഷ്യന്മാർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പീഡിപ്പിക്കുക അല്ലെങ്കിൽ ആരെയും മരിച്ചു കഴിഞ്ഞാൽ അതിനെ പിന്നെ ഈവൻ നമ്മുടെ മറ്റേ പറയില്ലേ ഈ എന്തെങ്കിലും പറയുക, രക്തസാക്ഷി, ഇവൻ ഞങ്ങളുടെ രക്തസാക്ഷിയാണെന്നൊക്കെ എൻ്റെ പേരില്ലേ, അതുപോലെ തന്നെയാണ് ഇവർക്ക് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും അവരവർക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന പോലെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ അവർ മാറ്റിയെടുക്കും. സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണ്. പക്ഷേ അത് ആ പ്രശ്നത്തിനെ ഒരിക്കലും ഡൈല്യൂട്ട് ചെയ്യാൻ പാടില്ല. അതിപ്പോൾ ഡൈല്യൂട്ട് ആയി, കാരണം ഇപ്പം നിങ്ങൾ പിസ്സ ഗേറ്റ് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആദ്യത്തെ ഒരു കുറേ റിസൾട്ട് ഗൂഗിളിൽ വരിക, ഹൗ പിസ്സ ഗേറ്റ് കോൺസ്പിറസി ഈസ് ഡീബങ്ക്ഡ്, ഹൗ പിസ്സ ഗേറ്റ് കോൺസ്പിറസി ഈസ് ഫൂളിഷ്, എ കോൺസ്പിറസി ബൈ റൈറ്റ് വിങ് പീപ്പിൾ എന്നൊക്കെ പണ്ട് വരും. അതായത് അവർ പറയുന്നത് ഇങ്ങനൊരു സംഭവമേ ഇല്ല, പിസ്സ ഗേറ്റും ഇല്ല, പിസയും ഇല്ല, ഇതൊക്കെ ഏതൊക്കെയോ കുറേ അനോണിമസ് ആയിട്ടുള്ള ഏതൊക്കെയോ ആൾക്കാരുടെ കാര്യങ്ങളാണ്, ഇതൊന്നും വിശ്വസിക്കരുത്, ഇതെല്ലാം ഡീബങ്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ആദ്യം ഇത് വരിക. അപ്പം എനിക്കും ഈ പിസ്സ ഗേറ്റിനെ കുറിച്ച് ഞാൻ പണ്ടും കേട്ടിട്ടുണ്ട്. ഇലോൺ മസ്ക് പണ്ട് എന്തോ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തോ ഒരു സംഭവത്തിലാണ് എനിക്ക് ഈ കാര്യം അറിയുന്നത്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാനുള്ള എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാനും സെർച്ച് ചെയ്തപ്പോൾ ആദ്യം വന്നത് ഡീബങ്ക്ഡ്, ഇങ്ങനൊരു സംഭവം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഓക്കെ, ശരി, എന്നാൽ പിന്നെ ചെയ്യണ്ട, ഇതിനെക്കുറിച്ച് പോഡ്കാസ്റ്റൊന്നും ചെയ്യാനൊന്നും ഉണ്ടാവില്ല, വെറുതെ കുറേ ആൾക്കാർ തള്ളിമറിക്കുകയായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെയാണ് ഞാൻ നേരെ നമ്മുടെ എക്സിലേക്ക് പോകുന്നത്. അപ്പോൾ ഗൂഗിളിലാണ് നമുക്കിത് ഡീബങ്ക്ഡ് കിട്ടിയത്. എക്സിൽ പോയി, എക്സിലും റെഡിറ്റിലും പോയേ. എക്സിലും റെഡിറ്റിലും പോകുമ്പോഴാണ് നമ്മളൊരു കാര്യം സ്ട്രൈക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ABC മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ABC എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. ഓക്കെ, അമേരിക്കയിൽ നെറ്റ്വർക്ക് ചാനലാണ്, മെയിൻ വലിയ ചാനൽ. NBC, ABC എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ നെറ്റ്വർക്ക് ചാനൽസാണ് അവർ കേട്ടോ, വലിയ മീഡിയ മറ്റേ സംഭവമാണ്. മെയിൻ സ്ട്രീം മീഡിയ എന്ന് വിളിക്കില്ലേ. ജെയിംസ് ഗോർഡൻ മീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, പുള്ളി എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തുള്ള കോൺസ്പിറസീസിനൊക്കെ എതിരെ ഒരു റൈറ്റപ്പൊക്കെ ചെയ്ത ആളാണ് ഇയാൾ. ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ കുറേ ആൾക്കാരുണ്ടാക്കിയ കോൺസ്പിറസീസാണ് ഈ പിസ്സ ഗേറ്റ്, QAnon എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു കോൺസ്പിറസി ഉണ്ട്. അത് ഇതിനേക്കാളും കുറച്ച് എന്താ പറയുക, കേൾക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഇങ്ങനെയെന്ന് തോന്നുന്ന കോൺസ്പിറസിയാണ്. അതിൽ പറയുന്നത് കുറേ ലിസാർഡ് പീപ്പിളൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ, കുറേ നമ്മളറിയാതെ തന്നെ നമ്മുടെ കൂടെ കുറേ ലിസാർഡ് പോലെ കുറേ ആൾക്കാരുണ്ട്, അവരാണ് നമ്മളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ വേണ്ടാത്ത സംഭവം. അപ്പോൾ ആദ്യം പിസ്സ ഗേറ്റാണ് വന്നത്, പിന്നെ അതിനെല്ലാവരും ഇങ്ങനെ ഒന്ന് നൈസാക്കിയപ്പോൾ വേറെ കുറച്ചുകൂടി എക്സ്ട്രീമായിട്ട് വന്നതാണ് ഈ QAnon എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇയാൾ ഈ ഇങ്ങനത്തെ കോൺസ്പിറസീസ് ഒന്നും വിശ്വസിക്കരുതെന്നൊക്കെ പറഞ്ഞ് റൈറ്റപ്പ് ചെയ്ത ആളാണ്, ഇതിനെതിരെ എഴുതിയ ആളാണ്, റിപ്പോർട്ട് ചെയ്തതോ ജേർണലിസ്റ്റാണ്, എഴുതിയൊന്നും അറിയില്ല, റിപ്പോർട്ടറാണ്, ജേർണലിസ്റ്റാണ് ഇയാൾ, അതിനെതിരെ പറഞ്ഞ ആളാണ്. അയാൾ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയിലിലാണ്. എന്ത് കേസിനാണ് ഇയാൾ ജയിലിൽ പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈൽഡ് പോർണോഗ്രഫി കൈവശം വെച്ചു, അല്ലെങ്കിൽ ചൈൽഡ് പോൺ ഇയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചത് കൊണ്ട് ഇയാൾ 6 വർഷത്തേക്ക് ജയിലിൽ പോയിരിക്കുന്നത്. ഗിൽറ്റി എന്ന് കോടതി വിധിച്ച ആളാണ് ഇയാൾ. അപ്പോൾ അതൊരു റയർ കേസായിരിക്കും എന്ന് വിചാരിച്ചു. അല്ല, ദ റീകൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു പൊളിറ്റിക്കൽ മീഡിയ ഉണ്ട്. സ്ലെയ്ഡ് സോമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്, 44 വയസ്സുള്ള ആൾ.
അയാളും ഈ കോൺസ്പിറസിക്ക് എതിരെ പറഞ്ഞ ആളാണ്. അയാളും എന്ത് കേസിലാണ് അയാൾ കുടുങ്ങിയിരിക്കുന്നത്? ചൈൽഡ് പോർണോഗ്രഫിൻ്റെ കേസിൽ. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം വിചാരിച്ചത്, ആരൊക്കെ ഇവർക്കെതിരെ പറയുന്നോ അവരൊക്കെ ചൈൽഡ് പോർണോഗ്രഫി കേസുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിലും കേസും ഈ സ്ലേഡ് സോമർ ജയിലിൽ പോയിട്ടില്ല, കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ആൾ ഗിൽറ്റി എന്ന് പറഞ്ഞിട്ട് ജയിലിൽ പോയി 6 വർഷം ജയിലിലാണ് ഇപ്പോൾ അയാൾ. അപ്പോൾ ആരൊക്കെ ഇതിനെതിരെ പറയുന്നുണ്ടോ അവരൊക്കെ ഈ ചൈൽഡ് പോർണോഗ്രഫിക്ക് കേസിൽ ജയിലിൽ. അതൊരു പാറ്റേൺ അല്ലേ? സംതിങ് ഈസ് ഗോയിങ് ഓൺ. എനിക്ക് അപ്പോഴാണ് ഇത് ഇത്തിരി സീനാണ് എന്ന് എനിക്ക് തോന്നിയത്. ഞാൻ ഈ ടോപ്പിക്ക് വേണ്ടാന്ന് വെച്ചതാണ്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം കേട്ടപ്പോൾ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു കാര്യമല്ല. കാരണം മെയിൻ സ്ട്രീം മീഡിയ എന്ത് നിങ്ങളുടെ അടുത്ത് പറയും ഇതൊന്നും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിലെന്തോ ഉണ്ട്. ഇത് എൻ്റെ ഒരു കുറച്ച് കാലത്തെ ഒരു അനുഭവം കൊണ്ടും ഇങ്ങനെ എനിക്ക് തോന്നുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ പിന്നെ ഈ ന്യൂസ് മീഡിയയൊക്കെ ഭയങ്കര സംഭവമായിരിക്കും. പക്ഷെ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് എപ്പോഴൊക്കെ ന്യൂസ് മീഡിയക്കാർ വന്നിട്ട് ഇത് കോൺസ്പിറസിയാണ്, ഇതിലൊന്നും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞാൽ അപ്പം അതൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് നിങ്ങൾ കാണണം. അത് സംഭവം ഉള്ളതായിരിക്കും. ഇതാണ് എൻ്റെ ഒരു അനുഭവം. ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. ഓക്കെ, ഞാനിത് ഈ എപ്സ്റ്റീൻ്റെ ആ പോഡ്കാസ്റ്റിൽ അതൊരു ഇടയ്ക്ക് എവിടെയോ വെച്ച് പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടി പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു ബില്യണറാണ്. ഓക്കെ, ബില്യണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ആയുസ്സിൽ ചിലവാക്കാൻ പറ്റാത്ത അത്രയും പൈസയാണ് നമ്മുടെ കയ്യിൽ. നമുക്ക് അറിഞ്ഞ കുറേ ബില്യണേഴ്സ് ഉണ്ട്, അറിയാത്ത കുറേ ബില്യണേഴ്സ് ഉണ്ട്, കുറേ പൈസക്കാരുണ്ട് ബേസിക്കലി. ഇപ്പോൾ ഈ ഗ്ലോബൽ എലീറ്റ്സ്, ഈ ഇലുമിനാറ്റി എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ, ഇവർ ആക്ച്വലി ഈസ് ബഞ്ച് ഓഫ് ബില്യണേഴ്സ്. അതായത് അവർക്ക് ദേ ആർ ഗെറ്റിംഗ് ബോർഡ്. അതായത് അവർക്ക് ഒന്നും ചെയ്യാനില്ല. ഇപ്പം ഇപ്പം നമുക്ക് ഒരു 1000 രൂപ കിട്ടി, നമ്മളെന്ത് വിചാരിക്കും, ഒരു മന്തി കഴിക്കാം വിചാരിക്കും അല്ലേ? പക്ഷെ നിങ്ങൾക്കൊരു 15,000 കോടി രൂപ കിട്ടിയാലോ എന്ത് ചെയ്യും? എന്തപ്പോൾ ചെയ്യുക? കുറച്ച് സ്ഥലം മേടിക്കാം. എത്ര സ്ഥലം മേടിക്കാൻ പറ്റും? ഒരു ഫ്ലാറ്റ് മുഴുവൻ മേടിച്ചിട്ട് എന്തിനാണ്? എന്നിട്ട് എന്താണ് അതിലൂടെ ചെയ്യുന്നത്? അവൻ്റെയൊക്കെ റെൻറ്റ് മേടിച്ച് അതിൻ്റെ റെൻറ്റ് തരില്ല, പിന്നെ അവനെ തല്ലാൻ പോകണം, അടിക്കാൻ പോകണം, പിന്നെ ആ നിയമം ഈ നിയമം, അങ്ങനെ അതൊക്കെ ഒരു വലിയ തലവേദനയാണ്. പിന്നെ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഭരണം മാറ്റിയിടുക, ഈ ഗവൺമെൻറ്റിനെ മാറ്റി അങ്ങോട്ട് മറിക്കുക. അതൊക്കെയാണ് ഈ ബില്യണേഴ്സിൻ്റെയൊക്കെ ഒരു വിനോദം. ഇപ്പോൾ ഒരു ഇലക്ഷൻ വരുന്നു, ആർക്ക് ഫണ്ട് ചെയ്യണം, ഇന്ന ആൾ ഫണ്ട് ചെയ്താൽ അയാൾ ഇന്നത് ചെയ്യും, അപ്പോൾ നമുക്ക് ആളിനെ ഫണ്ട് ചെയ്യുമ്പോൾ അയാൾക്ക് ഇന്ന ഗുണങ്ങളുണ്ട്, അപ്പോൾ ഇയാളിനെ സഹായിക്കാൻ വേണ്ടി കുറച്ച് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക. അതൊക്കെ വേറെ ഈ IT എന്നുള്ളവരുടെ ഈ പാലന്റിയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ആൾക്കാരുണ്ടല്ലോ, ഞാൻ അതും ഒരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ വിനോദം അങ്ങനെയാണ്. ഇലോൺ മസ്ക്, പീറ്റർ തീൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ബില്യണർമാരുണ്ട്. അവരുടെയൊക്കെ ഒരു വിനോദം അങ്ങനെയാണ്, പൊളിറ്റിക്കലി ഇടപെടുക, എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കുക. അതൊരു ടൈപ്പ്. വേറൊരു ടൈപ്പ് ഉണ്ട്, ഈ റോക്കർ ഫെല്ലർ എന്നൊക്കെ പറയില്ല, റോത്ത് ചൈൽഡ് എന്നൊക്കെ പറയില്ല. അവരുടെ കയ്യിലൊക്കെ പൈസ ഇങ്ങനെ എന്തപ്പോൾ ചെയ്യാന്നുള്ള അവസ്ഥയിലാണ്. അപ്പോൾ അവർക്കിതൊരു മടുപ്പാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് സാറ്റാനിക് സംഭവങ്ങളൊക്കെ ഇല്ലേ, സാക്രിഫൈസ് ചെയ്യുക, ഈ ഒരു എലീറ്റ്സിൻ്റെ ഒരു
കൾട്ട് എന്നൊക്കെ പറയില്ലേ, കൾട്ട് ഉണ്ടാക്കുക. അതായത് കുറേ ബില്യണർമാരിരുന്നിട്ട് അവരൊരു സ്ഥലത്ത് ഒത്തുകൂടുക. അപ്പോൾ അവിടെ ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് നമ്മൾ നോർമൽ ആൾക്കാർ ചെയ്യുന്ന കാര്യം അവർക്ക് ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ അവർ ഇങ്ങനത്തെ എന്തെങ്കിലും ഇപ്പോൾ ഒരു സേത്ത് തന്നെ വർഷിപ്പ് ചെയ്യുക. അപ്പോൾ ആ വർഷിപ്പ് ചെയ്യണത് ചുമ്മാ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യണം, ഒരു കുട്ടിനെ ബലി കൊടുക്കണം, സാക്രിഫൈസ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ അത് അവർക്ക് ഒരു മനസ്സിലായില്ല, അതൊക്കെയാണ് അവരുടെ ഒരു എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന്, അല്ലെങ്കിൽ അതൊക്കെയാണ് അവർക്ക് ഇപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇറങ്ങണത്. അവർക്ക് ഒരു ഹരം കിട്ടാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം, നോർമൽ ആൾക്കാർ ചെയ്യാത്ത കാര്യങ്ങൾ വേണം. അതിനൊക്കെയാണ് ഈ ജെഫ്രി എപ്സ്റ്റീനെ പോലത്തുള്ള ഈ എന്താ പറയുക, നമ്മുടെ മിഡിൽ മെൻ എന്ന് പറയില്ലേ, മാമ എന്ന് പറയില്ലേ, അങ്ങനത്തെ ആൾക്കാർ ഇടയിൽ വരുന്നത്. അപ്പം അവർക്കൊരു നോർമൽ സെക്സ് ഒരു ആണിൻ്റെ കൂടെയോ ഒരു പെണ്ണിൻ്റെ കൂടെയോ സെക്സ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം അവർക്ക് ഏത് സിനിമ നടീനെ വേണോ, മോഡലിനെ വേണോ, വേണോ വിക്ടോറിയ സീക്രട്ട് മോഡലിന് വേണോ എന്ന്, അതൊക്കെ അവർക്ക് ബോറിങ് ആയിരിക്കും. സോ അങ്ങനത്തുള്ള ഈ കൾട്ട് പോലത്തെ ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമാണ്, ജെഫ്രി എപ്സ്റ്റീനെ പോലത്തെ ആൾക്കാർ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുന്ന കാര്യമാണ് ഈ അണ്ടർ ഏജ് കിഡ്സുമായിട്ടുള്ള ഈ സെക്ഷൽ ഇൻ്റർകോഴ്സും. അതായത് എന്താണ് സൊസൈറ്റിയിൽ ചെയ്യാൻ പറ്റാത്തത്, നോർമൽ പീപ്പിളിനും ചെയ്യാൻ പറ്റാത്തത്, അത് അവർക്ക് ചെയ്യുമ്പോഴാണ് അവർക്ക് ആ ഒരു സംഭവം കിട്ടുന്നത്. അതാണ് നമ്മൾ ജെഫ്രി എപ്സ്റ്റീൻ്റെ കേസിൽ കണ്ടത്. ഈ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ അയാൾ തൊട്ട് ബിൽ ക്ലിൻ്റനും മറ്റ് ടീംസും ഈ ഹോളിവുഡിലെ സെലിബ്രിറ്റീസ് മൊത്തം ഉണ്ട്. ഇയാളുടെ ഐലൻഡിൽ പോവുക, അവിടെ പോയിട്ട് ഈ സെക്സിലൊക്കെ ഈ അൺഫോർബിഡൻ എന്നൊക്കെ പറയില്ലേ, അതായത് അൺഫോർബിഡൻ ഫ്രൂട്ട് എന്ന് പറയുന്നത്, നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റാത്തത് അതവർക്ക് ചെയ്യണം, അതവർക്ക് ചെയ്യാൻ പറ്റും. അത്രയും ഹോൾഡും അത്രയും പൈസ അവരുടെ കയ്യിലുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോൾ എപ്സ്റ്റീൻ്റെ ഫയൽ ഇപ്പോൾ പുറത്ത് വരില്ലേ. ഒരാളെ ചോദ്യം ചെയ്തിട്ട് ആ ചോദ്യം ചെയ്ത് അയാൾ പറഞ്ഞ ആ ഒരു മൊഴി അതൊന്ന് പുറത്ത് വിടാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്മാതിരി ഹോൾഡായിരിക്കും. അയാൾ മരിക്കുകയും ചെയ്തു, അയാൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതും പുറത്ത് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏത് ഹോൾഡ്. അതാണ് എപ്സ്റ്റീൻ്റെ കേസ്. അപ്പോൾ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടാനാണ് ഞാൻ അത് ആദ്യം പറഞ്ഞു തന്ന്. നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ എന്താ ഇതിങ്ങനെ തന്നെയാണോ എന്ന് വിചാരിക്കും. പക്ഷേ അവരുടെ ഒരു മെൻറ്റാലിറ്റി നിന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവുക. ഇനി നമ്മൾ നേരെ കാര്യത്തിലോട്ട് കിടക്കുന്നു. ഇനി ഓഫ് ടോപ്പിക്കൊന്നും പോകുന്നില്ല, നേരെ കാര്യം. എല്ലാത്തിൻ്റെ തുടക്കം 2016 ഇലക്ഷൻ, കൊടുമ്പിരി കൊണ്ട് നടക്കുന്ന ഇലക്ഷനാണ്. ഇപ്പം ഒരു കാരണമുണ്ട്, ആദ്യത്തെ വുമൻ അമേരിക്കൻ പ്രസിഡൻ്റ് ആവാൻ പോകണു. ഹിലരി, ബിൽ ക്ലിൻ്റൻ്റെ ഭാര്യ ഹിലരി ക്ലിൻ്റൺ, ഒരു ശക്തമായ ഒരു സ്ഥാനാർത്ഥി. ഒബാമൻ്റെ കീഴെ വർക്ക് ചെയ്ത, ഒബാമൻ്റെ ക്യാബിനറ്റിലുണ്ടായിരുന്ന ഹിലരി ക്ലിൻ്റൺ വേഴ്സസ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ആ ഒരു ഇത് മനസ്സിലാക്കാം. ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു ബിസിനസ്സുകാരൻ, കുറേ പൈസ ഉള്ള ആൾ. അയാൾ എന്താ പറയുക, എവിടെന്നോ പൊട്ടിമുളിച്ച് വന്നു. അയാളുടെ പാർട്ടിയിൽ ഞാൻ ഇത് അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർക്ക് പോലും ഡൊണാൾഡ് ട്രംപിനെ അന്ന് ഇഷ്ടമല്ലായിരുന്നു ഈ ഇലക്ഷൻ്റെ സമയത്ത്, ഫസ്റ്റ് ഇലക്ഷൻ്റെ സമയത്ത്. പിന്നെ അയാളൊരു മാഗ മൂവ്മെൻ്റൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടൊക്കെയാണ് ജയിച്ചത്. അപ്പോൾ ഇത് ഭയങ്കര ഒരു ഇലക്ഷനാണ് ആ സമയത്ത്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഇമെയിൽ ലീക്ക് ആവാണ്. ജോൺ പൊഡസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ. ഇയാളാരാണ്? ഇയാളുടെ ഇമെയിൽ ലീക്കായപ്പോൾ നമുക്കെന്താണ് ചോദ്യം വരും. ഇയാളാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു മെയിൻ ആളാണ്. ഓക്കെ, ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിലരിൻ്റെ പാർട്ടിയാണ്, ഒബാമൻ്റെ ഒക്കെ പാർട്ടിയാണ്. ഇയാളുടെ വലിയൊരു ചരിത്രം തന്നെയുണ്ട്. ഇന്നൊന്നല്ല പാർട്ടി കയറിയ ആളല്ല. ചീഫ് ഓഫ് സ്റ്റാഫായിരുന്നു ബിൽ ക്ലിൻ്റൻ്റെ 90s, ഹിലരിൻ്റെ ഭർത്താവിൻ്റെ. ഒബാമൻ്റെ കൗൺസിലറായിരുന്നു.
2016 ഇലക്ഷനിൽ ഹില്ലരി ക്ലിൻ്റൻ്റെ പ്രസിഡൻഷ്യൽ ക്യാമ്പയിനിങ്ങിൻ്റെ ചെയർമാനായിരുന്നു ഇയാൾ ജോൺ പൊഡസ്റ്റ. അങ്ങനെ ചെറിയ ആളല്ല. ഇപ്പോൾ ജോൺ പൊഡസ്റ്റ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ഫോർ അമേരിക്കൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈ ലോബിയിങ് പോലത്തെ ഒരു സംഭവത്തിൻ്റെ പ്രസിഡൻറ്റുമാണ്. ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളാണ്. വാഷിങ്ടൺ ഡി സിയിലെ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളാണ് ഇയാൾ. ജോൺ പൊഡസ്റ്റൻ്റെ ഇമെയിൽ ഹാക്കായി. എങ്ങനെ ഹാക്കായി? ആര് ഹാക്ക് ചെയ്തു? ഫാൻസി ബിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റഷ്യൻ സൈബർ ഒരാൾക്കാരുണ്ട്. റഷ്യൻ മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ ഒരു സ്പിയർ ഫിഷിംഗ് അറ്റാക്ക് നടന്നു എന്നൊക്കെയാണ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. സംഭവിച്ചതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമെയിൽ വന്നു ഗൂഗിളിൻ്റെ. ഇത് പാസ്വേഡ് നിങ്ങളുടെ എന്തോ മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇമെയിൽ വന്നു. അപ്പോൾ ഇമെയിൽ വന്നത് ജോൺ പൊഡസ്റ്റൻ്റെ ഒരു മെയിനായിട്ടുള്ള ആൾക്കാർ വന്നത്. അത് ഇയാൾ IT ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോർവേഡ് ചെയ്തു. ഇവർക്കെല്ലാം ഐറ്റിൻ്റെ ആൾക്കാരുണ്ടാവുമല്ലോ. 2016 അപ്പോൾ ടെക്നോളജിയൊക്കെ ഒരുപാട് വളർന്നു. IT ടെക്നീഷ്യൻ ചെയ്തൊരു ചെറിയൊരു മിസ്റ്റേക്കിലാണ് കാര്യങ്ങൾ മൊത്തം പാളിയത്. എന്താ മിസ്റ്റേക്ക് വെച്ച് കഴിഞ്ഞാൽ ലെജിറ്റിമേറ്റ്, ഇല്ലെജിറ്റിമേറ്റ്, ഈ 2 വാക്കുകളുണ്ടല്ലോ, ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്ന് മാറിപ്പോയി. ഇത് ഇല്ലെജിറ്റിമേറ്റ് ആണ് എന്നാണ് ശരിക്കും വെക്കേണ്ടത്. ലെജിറ്റിമേറ്റ് ആണെന്ന് അറിയാതെ വെച്ച് പോയി. ഇത് ഒഫീഷ്യൽ സ്റ്റോറിയാണ്. എന്നിട്ട് വീണ്ടും ജോൺ പൊഡസ്റ്റയ്ക്ക് അത് ഫോർവേഡ് ചെയ്തു. അങ്ങനെ ഇയാൾ ഈ ഒരു ഇമെയിൽ ഓപ്പൺ ചെയ്ത് അതിൽ പാസ്വേഡ് അടിച്ചത് കൊണ്ടാണ് ഇയാളുടെ ഇമെയിൽസ് അങ്ങോട്ട് ലീക്കായത്. ഈ ഇമെയിലിലാണ് ഇവർ ഫുൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അതായത് എല്ലാ കാര്യവും ഞാൻ ചായ കുടിക്കാൻ പോകണു, നാളെ ഇന്ന് ബർത്ത്ഡേ ഉണ്ട്, ബർത്ത്ഡേ കേക്ക് മേടിക്കാം, അങ്ങനെ ഉള്ള ഈ സംഭവങ്ങൾ മുഴുവൻ ഒരു പ്രസിഡൻഷ്യൽ ക്യാമ്പയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളൊരു 10,000 ആൾക്കാരുടെ, അതായത് ഓരോ ഡിസ്ട്രിക്റ്റിലും ഒരു 50 ഡിസ്ട്രിക്റ്റ് ഉണ്ട്. ഈ ഓരോ ഡിസ്ട്രിക്റ്റിലും അതിലൊരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാവും, അതിൻ്റെ താഴെ ഒരാളുടെ. അപ്പോൾ ഇവർ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ജോൺ പൊഡസ്റ്റയാണ് നടത്തുന്നത്. ജോൺ പൊഡസ്റ്റൻ്റെ ഇമെയിൽ ഹാക്കായി. റഷ്യക്കാർ ഹാക്ക് ചെയ്തു എന്നാണ് ഒഫീഷ്യൽ സ്റ്റോറി. ആർക്കും അറിയില്ല. ഈ ഹാക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഇത് എവിടെ നിന്ന് വന്ന് എന്തോന്നോ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആർക്കും അറിയില്ല. ഒഫീഷ്യൽ സ്റ്റോറി റഷ്യക്കാർ ഹാക്ക് ചെയ്തു. അതുകൊണ്ടാണ് എപ്പോഴും ഡൊണാൾഡ് ട്രംപിന് റഷ്യൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടേം ഡൊണാൾഡ് ട്രംപ് ആദ്യമായിട്ട് ജയിച്ചത് റഷ്യൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് എന്നൊക്കെ പറയില്ലേ. അത് ആക്ച്വലി ഇത് കാരണമാണ്. ഈ റഷ്യക്കാർ ട്രംപിൻ്റെ എതിർ സ്ഥാനാർത്ഥിൻ്റെ പ്രസിഡൻഷ്യൽ ക്യാമ്പയിൻ്റെ മെയിൻ ആളുടെ ഇമെയിലൊക്കെ ലീക്ക് ചെയ്ത് അത് ഇൻ്റർനെറ്റിലിട്ടു അങ്ങനെയാണല്ലോ. ഇപ്പോൾ എൻ്റെ ഒരു എതിർ സ്ഥാനാർത്ഥി അയാളുടെ വേറൊരാൾ റഷ്യക്കാർ വന്ന് അയാൾക്കെതിരെ അയാളുടെ മോന്തയ്ക്ക് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എന്താണ്, അപ്പോൾ എന്നെ പ്രസിഡൻ്റ് ആക്കണമെന്ന് റഷ്യക്കാർക്ക് ഉണ്ട്. സിമ്പിൾ ലോജിക്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കേട്ടിട്ടുണ്ടാവില്ല നിങ്ങൾ. ഇവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ ഹാക്കർമാർ റഷ്യക്കാർ നേരെ വിക്കിലീക്സിന് കൊടുത്തു. വിക്കിലീക്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വിക്കിലീക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇങ്ങനത്തെ ലീക്കുകൾ ഈ ലോകത്തെല്ലായിടത്തുള്ള ജിയോ പൊളിറ്റിക്സ് നടക്കുന്ന ഈ വേണ്ടാത്ത കാര്യത്തിൻ്റെ ഒക്കെ ലീക്സ് ഉള്ള വെബ്സൈറ്റാണ്. ഇപ്പോഴും ജോൺ പൊഡസ്റ്റ ഇമെയിൽ ഹാക്ക് വിക്കിലീക്സ് അടിച്ചു കൊടുത്ത് ഇപ്പോഴും വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾക്കത് ഫുൾ ഡോക്യുമെൻ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ചബിളാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാക്ക് അതിൽ വേണം, അല്ലെങ്കിൽ ഇന്ന ആരെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ആ ഏത് ഇമെയിലാണ് അത് വന്നത് എന്നുള്ള സാധനം വരും. ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതിനിപ്പോൾ എന്താ, ഇമെയിൽ കുറച്ച് ലീക്കായതുകൊണ്ട് ഇപ്പം എന്താ എന്നായിരുന്നു എല്ലാവരുടെയും റിയാക്ഷൻ. എന്തപ്പോൾ കുറേ ഇമെയിലുണ്ട്, ഇവർ ചായ കുടിക്കണം, കേക്ക് മുറിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ ഇമെയിലുണ്ട്. അതിനിപ്പോൾ എന്താണ്, ബോറിങ് ആയിട്ടുള്ളൊരു സാധനമാണിത്. ഇമെയിൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ,
ഇപ്പം നമ്മുടെ തന്നെ ഒരു 10 കൊല്ലത്തെ ഇമെയിൽ എടുത്തു കഴിഞ്ഞാൽ എന്താ അവസ്ഥ, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറേ ഈ ആഡ്സും കാര്യങ്ങളും അങ്ങനത്തെ ഒരു ബോറിങ്. ഇമെയിൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബോറിങ് സംഭവമല്ലേ. പക്ഷേ അവിടെയാണ് നമ്മുടെ റെഡിറ്റും 4ചാൻ്റെ ആൾക്കാർ വരുന്നത്. അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നത്. അതായത് അവർക്ക് വേറെ ജോലിയൊന്നുമില്ല, ഇതുതന്നെയാണ് അവർ ജോലി. അവർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ 4ചാനലും. അതായത് നേർഡ്സ്, അവർ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അൺഎംപ്ലോയിഡ് എന്നൊക്കെ വെറുതെ പറഞ്ഞാണ്. ഇത് കൈൻഡ് ഓഫ്, അതായത് അവർക്കിങ്ങനെ ക്യൂരിയസ് ആണ് അങ്ങനത്തെ ആൾക്കാർ. അപ്പോൾ അവർ വന്നൊരു തപ്പൽ അങ്ങോട്ട് തപ്പി ഈ മെയിലിൽ. അവർ വന്ന് തപ്പിയപ്പില്ലേ, ജസ്റ്റൊരു മെയില് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, ഞാൻ അവിടെ കൊടുക്കുകയും ചെയ്യാം, പോസ്റ്റ് ചെയ്ത് വന്ന് വായിച്ചോ. ഒറിജിനൽ സാധനം. റിയൽറ്റർ ഫൗണ്ട് എ handkerchief. It's a map. It has a map that seems Pizza related. Is it yours? They can send it to you if you want. സൂസൻ സാൻഡലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ, സാൻഡലർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ഡെമോക്രാറ്റ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാൻഡലർ ഫൗണ്ടേഷൻ്റെ ആൾക്കാരാണ്. അങ്ങനെ സൂസൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ ജോൺ പൊഡസ്റ്റിക്ക് അയച്ച മെയിലാണിത്. എന്തെങ്കിലും മനസ്സിലായ? പിസ്സ എന്ന് പറയുന്നു, മാപ്പ് എന്ന് പറയുന്നു, handkerchief എന്ന് പറയുന്നു. handkerchiefൽ മാപ്പ് പിസ്സ റിലേറ്റഡോ? ഏത് പിസ്സ? വാട്ട് ആർ ദേ സേയിങ്? ഇങ്ങനെ കുറേ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ലീക്കിലുണ്ട്. നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കണം, ഇതൊന്നും അങ്ങനെ മറ്റേ പാവങ്ങളായിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. ദേ ആർ ഫിൽത്തി റിച്ച്. ഹിലറി ക്ലിൻ്റൺ ആയിക്കോട്ടെ, ജോൺ പൊഡസ്റ്റി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അല്ലാണ്ട് ഇപ്പോൾ പ്രസിഡൻ്റ് ആവാനൊന്നും പോയില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വേർഡ്സ് ഇവർ യൂസ് ചെയ്യുന്നുണ്ട് ഈ റാൻഡമായിട്ട്. പൈസക്കാർ കഴിക്കുക എന്തൊക്കെയാണ്? സ്റ്റീക്ക് കഴിക്കും. ഈ വീഗൻസായുള്ള ഒരു അവക്കാഡോ അങ്ങനത്തെ സാധനം, അവക്കാഡോ എന്ന് പറഞ്ഞ ബ്രെഡിലൊക്കെ വെച്ച് തരില്ലേ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അവർ കഴിക്കുന്നത്. അപ്പം അങ്ങനത്തെ അല്ലേ, അങ്ങനെ ഇപ്പോൾ ആക്ച്വൽ ഫുഡാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനത്തെ ടേംസ് എല്ലാം ഉപയോഗിക്കുക. റാവിയോളി, പാസ്ത, മറ്റേത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഇവരുടെ ഈ അമേരിക്കക്കാർ കഴിക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊന്നും അല്ലത്. 3 വാക്കുകളാണ് മെയിനായിട്ടുള്ളത്: പിസ്സ, ഹോട്ട് ഡോഗ്, ചീസ്. വേറെ ഒരു ഫുഡ് ഐറ്റംസിനെ കുറിച്ച് അവർ സംസാരിക്കുന്നില്ല. അവർക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടായിരിക്കും പിസ്സ കഴിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാം. എന്താണ് പിസ്സ? ഇതൊരു കോഡ് വാക്കാണോ, അതോ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞുതരാം. ഇത് നമ്മളെന്ത് പറഞ്ഞാലും കോൺസ്പിറസി ആണെന്ന് എല്ലാവരും പറയാം. കോർട്ട് ഡോക്യുമെൻ്റുകൾ നമ്മൾ റെഫറൻസ് ആയിട്ട് ഇവിടെ എടുക്കുന്നത് കേട്ടോ. സീനിയർ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ടെക്സസിലെ A&M യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ ക്ലിൻ്റൺ ഹാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, അയാളുടെ ഒരു കേസാണ്. ആ ഒരു ഡോക്യുമെൻ്റാണ് നമ്മൾ എടുക്കുന്നത്. ആ ഡോക്യുമെൻറ്റിൻ്റെ നമ്പറൊക്കെ ഞാൻ അവിടെ കൊടുക്കാം. നിങ്ങൾക്കും അത് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. ഞാനും ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയതാണിത്. ഈ ഇതേ ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് അമേരിക്കൻ കോർട്ടിൻ്റെ ഒരു ഡാറ്റാബേസ് എന്തോ ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഒഫീഷ്യൽ കോർട്ട് ഡോക്യുമെൻ്റാണ്. ഈ ഡോക്യുമെൻറ്റിൽ 8 തവണ പിസ്സ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇയാൾ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിനിസ്ട്രേറ്ററാണ്, കുട്ടികളൊക്കെ പഠിക്കുന്നതോടെ. ഇയാൾ എന്ത് കേസിലാണ് ഇയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചൈൽഡ് അബ്യൂസ്, ചൈൽഡ് പോർണോഗ്രഫിൻ്റെ കേസിലാണ് ഇയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ,
ചൈൽഡ് പോർണോഗ്രഫീനെ എൻ്റെ കേസിൽ അറസ്റ്റ് ചെയ്ത ആളുടെ കോർട്ട് ഡോക്യുമെൻറ്റിൽ എന്തിനാണ് പിസ്സ എന്ന് 8 തവണ മെൻഷൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഇതിൽ തന്നെ പറയുന്നൊരു വാക്കാണ്, സെൻറ്റൻസാണ്. പിസ്സ ഈസ് എ സ്ലാങ് ടേം ഫോർ പെഡോഫൈൽ യൂസ് ഫോർ ചൈൽഡ് പോൺ. ചീസ് പിസ്സ CP, ചീസ് പിസ്സ CP, ചൈൽഡ് പോൺ ചീസ് പിസ്സ. പിസ്സ ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫുഡ് എന്നൊക്കെ ഇയാളെ പിടിച്ച ആളില്ലേ, ഹാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആളിനെ, ഈ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആളില്ലേ, അയാളെ പിടിച്ച അയാളുടെ ചാറ്റിൽ പറയുന്നുണ്ട്. ഒരു പബ്ലിക് ഫോറത്തിൽ നിങ്ങൾക്ക് സംസാരിക്കണം. ഈ പീഡോഫൈലായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് തമ്മിൽ മറ്റുള്ളവരെ അറിയാതെ നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു കോഡ് വാക്ക് വേണ്ടേ, അതിനുള്ള സംഭവമാണ് പിസ്സ. ഇത് ഞാൻ ഉണ്ടാക്കിയതോ ഈ പിസ്സ ഗേറ്റിലുള്ളവരുണ്ടാക്കിയതോ ഒന്നുമല്ല, ഇത് കോർട്ട് ഡോക്യുമെൻ്റാണ്. ഇറ്റ്സ് എ വെൽ നോൺ ഫാക്ട്. ഇതൊരു ഡാർക്കായിട്ടുള്ള ഡോക്യുമെൻ്റാണ്. ഇത് ഫുള്ളായിട്ട് എനിക്ക് പോലും വായിക്കാൻ പറ്റിയില്ല. ഡാർക്ക് സാധനങ്ങളാണ് ഇതിൽ പറയുന്നത്. ഈ ചാറ്റിൽ ഇവർ ചാറ്റ് ചെയ്തിട്ട്, അതായത് FBIൻ്റെ അണ്ടർ കവർ ആൾക്കാർ ചാറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പിടിക്കുക. ഓക്കെ, അതായത് ഇതൊരു ഫോറം പോലെ ഈ ഡാർക്ക് നെറ്റിൽ ഇങ്ങനത്തെ ചൈൽഡ് പോർണോഗ്രഫി ഉണ്ട് എന്നൊക്കെ പറയില്ലേ, അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ട്രാപ്പായിരിക്കും FBIൻ്റെ. അതിൻ്റെ ആൾക്കാർ അതിൽ പോയി പൈസ കൊടുത്ത് അവർ ആദ്യം കുറച്ച് കൊടുക്കുക, ചിലപ്പോൾ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കും. എന്നിട്ട് അവർ പറയും, ഞങ്ങളുടെ കയ്യിൽ എൻ്റെ കയ്യിൽ ഇത്ര സംഭവങ്ങളുണ്ട്, എനിക്കിത് ചൈൽഡ് പോർണോഗ്രഫിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് അവർ കൊടുക്കുക. അപ്പോൾ ഇത് ഒരുപാട് ചാറ്റ്സ് ഉണ്ട്. പിന്നെ ഇവരിനെ പിടിക്കുമ്പോൾ ആ ചാറ്റ് മൊത്തം എവിഡൻസ് ആയിട്ട് മാറും. ആ ഫുൾ ചാറ്റ് ഉണ്ട് ആ ഡോക്യുമെൻറ്റിൽ. അതുകൊണ്ടാണ് അതിൽ ഈ 8 തവണ പിസ്സ എന്ന് പറയുന്നത്. ഇതൊരു അനോമലിയാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഇതിപ്പോൾ ഏതോ ഒരു ഭ്രാന്തൻ അവന് ഭ്രാന്തായിട്ട് ചെയ്തതാണ്. വേണ്ട. സെക്കൻഡ് എക്സാമ്പിൾ. ഇഷ്ടംപോലെ എക്സാമ്പിൾ ഉണ്ട്. ഇതൊന്നും ഇപ്പോൾ എല്ലാം ഇപ്പോൾ പറയാൻ പറ്റില്ല. 2 എക്സാമ്പിൾ നമുക്കെടുക്കാം. വേറെ എക്സാമ്പിൾ, സ്റ്റീഫൻ സലമാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. അമേരിക്കയിൽ OLX പോലെ ക്രെയ്ഗ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഒന്നുമില്ല, ഈ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ജോലി വേണമെന്നോ അല്ലെങ്കിൽ ജോലി ആവശ്യമുണ്ടെന്നോ അതൊക്കെ പറഞ്ഞിട്ട് ഇടാം. സ്റ്റീഫൻ സലമാക്ക് പിടിച്ച അയാളുടെ ഒരു കോർട്ട് ഡോക്യുമെൻറ്റിലും പറയുന്നുണ്ട്, അയാളെക്കുറിച്ച് ഇഷ്ടംപോലെ ന്യൂസ് ഉണ്ട്, അതിലൊക്കെ പറയുന്നുണ്ട് അയാൾ കൊടുത്ത അവിടുത്തെ OLX കൊടുത്ത ആഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലുക്കിംഗ് ഫോർ മോംസ് ആൻഡ് വുമൻ ദാറ്റ് ആർ ഇൻ ടു ചീസ് പിസ്സ. മനസ്സിലായ? ഇങ്ങനെ ഇടും. അപ്പം ഇത് സാധാരണ ഒരാൾ കാണുമ്പോൾ എന്ത് വിചാരിക്കും, ഇതെന്തോ പിസ്സ ഇഷ്ടമുള്ള ഏതോ സ്ത്രീകളെ നോക്കുകയാണെന്ന്. ആക്ച്വലി അതല്ല. ഇയാളെ പിടിച്ചു, ഇയാളെ ചൈൽഡ് പോർണോഗ്രഫിക്ക് ഇയാളെ അറസ്റ്റ് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? ഇത് എത്രത്തോളം ഡാർക്കാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് സംഭവം. അപ്പോൾ ഈ പിസ്സ, ചീസ് പിസ്സ, ഹോട്ട് ഡോഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഹോട്ട് ഡോഗ് എന്ന് അതൊരു കോഡ് വാക്കാണ്. ഇറ്റ്സ് ഫോർ ലിറ്റിൽ ബോയ്സ്. ഇങ്ങനെയാണ് സംഭവം. പൈസക്കാർ എന്തിനാണോ വെറുതെ പിസ്സയും ചീസും ഹോട്ട് ഡോഗ് മാത്രം കഴിക്കുന്നത്? അവരൊന്നും അതൊന്നും കഴിച്ചിട്ട് തന്നെ കൊല്ലങ്ങളായിട്ടുണ്ടാവും. അത് മാത്രം ഈ ഇമെയിൽ ലീക്സ് ഇഷ്ടം പോലെ തവണയുണ്ട്. ഇഷ്ടം പോലെ പറഞ്ഞാൽ ഒരു ലോഡ്. അത് ആൾക്കാർ കണ്ടുപിടിച്ചു. കണ്ടുപിടിക്കുക പറഞ്ഞാൽ നമ്മൾ അപ്ലൈ വായിച്ചില്ലേ, കർച്ചീഫിൽ മാപ്പുണ്ട്, മാപ്പ് പിസ്സ റിലേറ്റഡ് ആണെന്നൊക്കെ. ഇതെന്തപ്പത് എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഇനി ഹാൻഡ് കർച്ചീഫ് എന്ന് പറഞ്ഞില്ലേ, എന്താണ് ഹാൻഡ് കർച്ചീഫ്? അതെന്തെങ്കിലും ഒരു കോഡാണോ? കോഡാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്ക്. ഹാൻഡ് കർച്ചീഫ് സെക്സ് സ്ലാങ് എന്നോ അങ്ങനെ സ്ലാങ്, വാട്ട് ഈസ് ഹാൻഡ് കർച്ചീഫ് മീൻ ഇൻ സെക്സ് സ്ലാങ്, അങ്ങനെ എന്തെങ്കിലും അടിച്ചു നോക്ക്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ സെക്ഷൽ പ്രിഫറൻസിനെ
കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഈ LGBTQ കമ്മ്യൂണിറ്റിയുടെ ഒരു കളർ കോഡാണിത്. അതായത് പോക്കറ്റിൽ ഇങ്ങനെ ഒരു ചുവപ്പ് കളർ ഹാൻഡ് കർച്ചീഫ് ഉണ്ടെങ്കിൽ, അതായത് ഐ എം ലുക്കിംഗ് ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ. എക്സാമ്പിൾ ആണെങ്കിൽ നേവി ബ്ലൂ ഹാൻഡ് കർച്ചീഫാണ് പോക്കറ്റിൽ കുറച്ചിങ്ങനെ പുറത്തേക്ക് കാണിച്ച പോലെ വെച്ച് കഴിഞ്ഞാൽ ആനൽ സെക്സിനാണ് അത് സൂചിപ്പിക്കുന്നത്. ഐ എം ലുക്കിംഗ് ഫോർ ആനൽ സെക്സ്. ലൈറ്റ് ബ്ലൂ ഹാൻഡ് കർച്ചീഫാണെങ്കിൽ ഓറൽ സെക്സ്. ഗ്രേ കളറാണെങ്കിൽ ബോണ്ടേജ്. അപ്പോൾ ഇങ്ങനെ കുറേ ലിസ്റ്റ് തന്നെ ഉണ്ട്. ഈ ഹാൻഡ് കർച്ചീഫിൻ്റെ കളറിൻ്റെ ലിസ്റ്റ് തന്നെ ഉണ്ട്. അതും കോഡാണ്. മാപ്പ് എന്താണ്? ഹാൻഡ് കർച്ചീഫിൽ മാപ്പ് എന്നാണല്ലോ അവർ പറഞ്ഞിരിക്കണം മെയിലിൽ. മൈനർ അട്രാക്റ്റീവ് പേഴ്സൺ എന്നാണ് ഇതിൻ്റെ ഇൻ്റർനെറ്റ് എന്താ പറയുക, ലിംഗോ എന്നൊക്കെ പറയില്ല, അതുപോലെ ഇൻ്റർനെറ്റിൽ അവർ പറയുന്നത് മാപ്പ് എന്ന് പറഞ്ഞാൽ മൈനർ അട്രാക്റ്റഡ് പേഴ്സൺ, അതായത് പെഡോഫൈലിനെയാണ് അവർ പറയുന്നത്. ഇഷ്ടംപോലെ എക്സാമ്പിൾ ഉണ്ട് ഈ ഇമെയിലിൽ. ഇതിപ്പോൾ ഒരു ഇമെയിലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതാ അടുത്ത എക്സാമ്പിൾ ഉണ്ട്. ഹിലറി ക്ലിൻ്റൻ്റെ എക്സ് ചീഫ് ഓഫ് സ്റ്റാഫ് ഉണ്ട്, ടമേര ലുസാറ്റോ അങ്ങനെ എന്തോ ആണ് പെണ്ണുപിള്ളയുടെ പേര്. അവർ ഒരു മെയിൽ അയച്ചിരിക്കുക ജോൺ പൊഡസ്റ്റിക്ക്. ഉബർ സർവീസ് ടു ട്രാൻസ്പോർട്ട്. റൂബി 11 വയസ്സ്, എമേഴ്സൺ 9 വയസ്സ്, മേവ് ഓൾമോസ്റ്റ് 7. യു വിൽ ഹാവ് എൻ്റർടൈൻമെൻറ്റ്. ദേ വിൽ ബി ഇൻ പൂൾ ഫോർ ഷുവർ. നിങ്ങൾക്ക് ഈ കുട്ടികളിലെ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും, അവരെന്തായാലും പൂളിലുണ്ടാവുന്നു. അതും കോഡായിരിക്കും എന്തെങ്കിലും. ഇത് ഇപ്പോൾ നമ്മൾ വിചാരിക്കും അത് വലിയ ഇതെന്തോ ഇപ്പോൾ കുട്ടികളെന്തെങ്കിലും വല്ല പൂളിൽ കൊണ്ടുപോകാനുള്ള മെയിലായിരിക്കും നമ്മൾ വിചാരിക്കും. വേറൊരു സംഭവം കേട്ടോ, ഈ ലുസാറ്റോ എന്ന് പറഞ്ഞില്ലേ, ഹിലറി ക്ലിൻ്റൻ്റെ എക്സ് ചീഫ് ഓഫ് സ്റ്റാഫ്, അവർക്കൊരു ബ്ലോഗ് ഉണ്ട് പണ്ടത്തെ. ഇപ്പോൾ അതൊക്കെ ഡിലീറ്റ് ചെയ്തു കേട്ടോ ആ ബ്ലോഗ്. ഈവീസ് ക്രിബ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അതിൻ്റെ ഒരു മെയിൻ ഹെഡിങ്. അതിൻ്റെ തൊട്ട് താഴെ, ഹെഡിങ്ങിൻ്റെ തൊട്ട് താഴെ അവർ ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. കുറേ കുട്ടികളുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഈ ലുസാറ്റോ അതിൽ ഇരിക്കുന്നുണ്ട്. എവ്ലിൻ ഈസ് ഗ്രോയിങ് അപ്പ്. ഷീ വിൽ ബി സൂൺ ക്യൂൻ ഓഫ് USA. For limited time only, you can spend some time with her online. Raw and uncut. നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായി, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ എഴുതുമോ? ഇതെന്താണിത്? റോ ആൻഡ് അൺകട്ടായിട്ട് നിങ്ങൾക്ക് ഈ എവലിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക ഓൺലൈനിൽ. Take advantage of this now, as in future she will have the power of life and death over you. എനിക്കതൊക്കെ കൂടെ വായിച്ചിട്ട് വായിക്കുമ്പോൾ തന്നെ എനിക്ക് ഭ്രാന്തായി. എന്താണ്? ഇനി വേറെ എക്സാമ്പിൾ കേട്ടോ. I will be sacrificing a chicken in backyard to Moloch. ഈ മോളോക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായ? ഈ മലാക്ക് എന്നൊക്കെ പറയില്ല, നമ്മുടെ ഈ ചാത്തൻ സേവയല്ല, ഒരു ഈവിളായിട്ടുള്ള ഒരു സംഭവമാണ്. മോളോക്ക് എന്തിനാണ് ഫേമസ്? ചൈൽഡ് സാക്രിഫൈസസ്. ഇമെയിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഐ വിൽ ബി സാക്രിഫൈസിങ് എ ചിക്കൻ ഇൻ ബാക്ക് യാർഡ് ടു മോളോക്ക്. കാനനൈറ്റ് മിത്തോളജിയിലുള്ള, അതായത് ഇപ്പോൾ ഉള്ള ഇസ്രയേൽ, പണ്ടത്തെ ഇസ്രയേലിന് മുന്നേ ഉള്ള ആൾക്കാരോ അങ്ങനെ എന്തോ ആണ് അവർ ഈ ആരാധിച്ചിരുന്ന ഒരു സംഭവമാണ് മോളോക്ക്. ഈ മോളോക്കിനെതിരായിട്ട് ഹീബ്രു ബൈബിളിലൊക്കെ പറയുന്നുണ്ട് അതൊരു ദുഷ്ടശക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. മെയിൻ ഫേമസ് ഫോർ ചൈൽഡ് സാക്രിഫൈസസ്. ചിക്കൻ എന്ന് പറഞ്ഞാൽ കോഡായിരിക്കും, മനസ്സിലായോ? അത് പറയേണ്ട ഒരു ആവശ്യം ഈ കുറേ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഓരോന്നായിട്ട് ജസ്റ്റ് ഇത് പറഞ്ഞുതരാം.
ഐ എം ഡ്രീമിങ് അബൌട്ട് യുവർ ഹോട്ട് ഡോഗ് സ്റ്റാൻഡ് ഇൻ ഹവായ്. ഐ എം ഡ്രീമിങ് അബൌട്ട് യുവർ ഹോട്ട് ഡോഗ് സ്റ്റാൻഡ് ഇൻ ഹവായ്. Obama flies in 65K worth of pizzas and hot dogs from Chicago for a private White House event. ചിലപ്പോൾ ഫുഡ് തന്നെ ആയിരിക്കും. Would love to get a pizza for an hour. ഒരു അവർ മൊത്തം പിസ്സയോ. ഇനി ഈ ജോൺ പൊഡസ്റ്റിക്ക് ഒരു ഏട്ടനുണ്ട്, ടോണി പൊഡസ്റ്റ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി അയച്ചിരിക്കുന്ന കുറച്ച് മെയിലാണ്. സ്റ്റിൽ ഇൻ ടോർച്ചർ ചേംബർ, ലാസ്റ്റ് നൈറ്റ് വാസ് ഫൺ. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഇനി വേറൊരു മെയിൽ, മെയിലിൻ്റെ സബ്ജക്റ്റ് ചീസ് എന്നാണ്. കണ്ടന്റ്: ഹാഡ് ടു ചേഞ്ച് സ്ട്രാറ്റജീസ് ബിക്കോസ് യു സെൻഡ് ചീസ് ഇൻസ്റ്റെഡ് ഓഫ് പാസ്ത. ഡു യു തിങ്ക് ഐ വിൽ ഡു ബെറ്റർ പ്ലേയിങ് ഡോമിനോസ് ഓൺ ചീസ് ദാൻ ഓൺ പാസ്ത? ഡോമിനോസ് ഓൺ ചീസ്, ഡോമിനോസ് ഓൺ ആ ഗെയിമിനാണ് അവർ പറഞ്ഞത്. ബെറ്റർ പ്ലേയിങ് ഡോമിനോസ് ഓൺ ചീസ് ദാൻ പാസ്ത. അവർ പറയുന്നത് ചീസ് എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ഗേളും പാസ്ത എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ബോയ് ആണെന്നൊക്കെയാണ് ഈ ഇൻ്റർനെറ്റിലെ ഈ ലിംഗോ ആൾക്കാരൊക്കെ പറയുന്നത്. അവർക്ക് അറിയുന്നതൊക്കെ പറയുന്നത്. മറ്റേ ഈ പെഡോഫൈൽ ഇതിനൊക്കെ പിടിക്കുമല്ലോ, അപ്പോൾ അവരുടെ ഡാറ്റയൊക്കെ വെച്ചിട്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ്. ഇതാണ് സംഭവം. ഇതൊരു കുറച്ച് എക്സാമ്പിളാണ്. ഇതിൻ്റെ 1 hourൻ്റെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട്, അതൊക്കെ കണ്ടാൽ പ്രാന്താവും. ഇതൊന്നും അല്ല ഇതിൻ്റെ മെയിൻ സംഭവങ്ങൾ. മെയിൻ സംഭവമൊക്കെ വരുന്നുള്ളൂ, ഇപ്പോൾ പേടിക്കണ്ട. ഞാനും ഇതിപ്പോൾ കഴിയും. ഒരു സംഭവം കിട്ടും, ഓഫ് ഡാർക്ക്, ഇതിപ്പോൾ ശരി ഇതോടെ കഴിഞ്ഞു, അടുത്തത് ഇത് പണ്ടാരി ഇത് കഴിഞ്ഞു, ഇല്ല അടുത്തത് ഇയാളെ നോക്ക്, ഇയാൾ ചെയ്ത് നോക്ക്, പണ്ടാരടങ്ങ കഴിഞ്ഞില്ലേ, ഇല്ല അടുത്ത ആൾ, അങ്ങനെയാണ് ഇത് പോകുന്നത്. ഇതൊരു പോക്കാണ്. അടുത്ത ആൾ പറഞ്ഞു. കോമറ്റ് പിസ്സ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, ഒരു ഷോപ്പുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ലിറ്ററലി ഒരു പിസ്സ ഷോപ്പുണ്ട്. കോമറ്റ് പിസ്സ എന്നാണ്. വാഷിങ്ടൺ DC-യിലുള്ള ഒരു പിസ്സ ഷോപ്പാണ്. ഒരു നോർമൽ പിസ്സ ഷോപ്പാണോ? അല്ല. ജെയിംസ് എലിഫാൻറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇതിൻ്റെ ഓണർ. ഭയങ്കര വലിയ ആളാണ്. ഫോബ്സിൻ്റെ 50 മോസ്റ്റ് പവർഫുൾ പവർഫുൾ പീപ്പിൾ ഇൻ വാഷിങ്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ലിസ്റ്റിലൊക്കെ ഉള്ള ആളാണ് ജെയിംസ് എലിഫാൻറ്റസ്. അപ്പോൾ ഇതെന്താണ് ഇത് ഇത്ര വലിയ ആൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജെയിംസ് എലിഫാൻറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും ഈ ജോൺ പൊഡസ്റ്റിൻ്റെയും ടോണി പൊഡസ്റ്റിൻ്റെയൊക്കെ മെയിൻ ആളാണ്. അവർക്കൊക്കെ ഫണ്ട് ചെയ്യുന്നത് ഇവരാണ്. കുറേ ഫണ്ടേഴ്സ് ഉണ്ടാവുമല്ലോ ആൾക്കാർക്ക്. ഒരു ലോഡ് തവണ കോമറ്റ് പിസ്സൻ്റെ കാര്യം ഈ മെയിലിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. കണക്കൊന്നുമില്ല. ഈ മെയിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ ഒരു 10,000 ഡോക്യുമെൻ്റ് അല്ല. ഇതിങ്ങനെ ലക്ഷക്കണക്കിനുള്ള ഡോക്യുമെൻ്റ്. ഇതൊന്നൊക്കെ തപ്പിയെടുക്കണം പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടില്ല. അപ്പോൾ ഈ എത്ര തവണ മെൻഷൻ ചെയ്തിട്ടൊന്നും അറിയില്ല. ഒരു ലോഡ് തവണ ഉണ്ട് കോമറ്റ് പിസ്സ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോപ്പിനും ഈ ജെയിംസ് എലിഫാൻറ്റസും ഈ ടോണി പൊഡസ്റ്റിയും ജോൺ പൊഡസ്റ്റിയൊക്കെ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർക്ക് തമ്മിൽ നല്ല ബന്ധമാണ്. അല്ലാതെ ഇതിപ്പോൾ നമ്മൾ അവർ തമ്മിൽ ബന്ധം ഉണ്ടാവുമെന്നൊന്നുമല്ല. അവർ തമ്മിൽ ബന്ധമുണ്ട്. ഇയാളുടെ ഷോപ്പിൽ അവർ വന്നിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇയാൾ തന്നെ ഇയാളുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഒരു കാര്യം വരുന്നത്. ഇയാളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഞാനിത് ആദ്യം വായിച്ചേ. ഇങ്ങനെ ഒരു ജെയിംസ് എലിഫാൻറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളുടെ അയാളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഈസ് ഫക്ഡ് അപ്പ് എന്നൊക്കെയാണ് ഈ കോൺസ്പിറസിൻ്റെ ആൾക്കാർ പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ എന്തെങ്കിലും ഇടുക, ഇയാൾ ഇപ്പോൾ എന്തെങ്കിലും 2 സ്റ്റോറി ഇട്ട് അതാണോ? അതല്ല.
ജിമ്മി കോമറ്റ് എന്നാണ് അക്കൗണ്ടൊന്നും ഇപ്പം ഇല്ല, അതൊക്കെ ഡിലീറ്റ് ആയി. അന്ന് ആൾക്കാർ ഈ 4chan റെഡിറ്റിലുള്ള ആൾക്കാർ ഇത് എടുത്തു വെച്ചിട്ടുണ്ട് ഇയാളുടെ പോസ്റ്റുകൾ. ഞാനും ഇവിടെ പോസ്റ്റ് ചെയ്യാം, ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഇയാളുടെ കമൻറ്റ് ചെയ്യുന്നതും ഇയാളുടെ ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇതൊരു ഹാലോവീൻ്റെ ഒരു പോസ്റ്റാണ്. ഇത് സമ്മർ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ വർക്ക് ചെയ്യുന്ന ഇവരുടെ കൂടെയുള്ള ഒരാൾ ഇട്ട പോസ്റ്റാണ്. കോമറ്റ് പീസിൻ്റെ അകത്താണിത്. ഒരാൾ ഫുൾ കവേർഡ് ഇൻ ബ്ലഡ്, ഒരു ബ്ലഡിൽ കവർ ചെയ്തിട്ട് നേക്കഡായിട്ട് ഒരു മനുഷ്യൻ. ഇവർ ഗേ ആണ്. ഈ ജെയിംസ് എലിഫാൻറ്റസ് പറഞ്ഞ ഓപ്പൺലി ഗേ ആണ്. ഓക്കെ, ഇതാ ഇങ്ങനെ ഒരു ഫുൾ കവർ, ബോഡി മുഴുവൻ കവർ ചെയ്ത് ബ്ലഡിൽ കിടക്കുന്ന ഒരാൾ പിസ്സ ഷോപ്പിൻ്റെ അകത്ത്. ഈ എലിഫാൻറ്റസ് കമൻറ്റ് ചെയ്തിരിക്കുന്ന #sex എന്ന്, #DCGays, #Halloween 2015. ഒരു വൈബ് മനസ്സിലായല്ലോ. ഇനി ഇയാൾ വേറൊരു പോസ്റ്റ്, ഇത് സമ്മർ ക്യാമ്പ് ഇട്ട പോസ്റ്റാണ്, അത് അതിൽ കമൻറ്റ് ചെയ്തതാണ് എലിഫാൻറ്റസ്. ഇനി ജിമ്മി കോമറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു റൂമിൻ്റെ കിൽ റൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂമിൻ്റെ ഫോട്ടോ, ഒരു ബേസ്മെൻറ്റിലൊക്കെ ഉണ്ടാവില്ലേ ഒരു റൂം, അതുപോലത്തെ ഒരു പോസ്റ്റ്. ടൈറ്റിൽ "ഓ യേ ദിസ് ലുക്സ് ഫൺ", #kill room. കമൻ്റൊക്കെ "ജസ്റ്റ് റിൻസ് ഇറ്റ് ഓഫ് വെൻ യു ആർ ഡൺ". ഡൺ വാട്ട്? എന്തായാലും ഒരു പറയുന്നത് ബേസ്മെൻറ്റിലൊക്കെ ഉള്ള റൂമില്ലേ. അപ്പോൾ ഈ റൂം കണ്ടിട്ടാണ് ഈ കോമറ്റ് പീസിൻ്റെ അടിയിൽ ഒരു ബേസ്മെൻ്റ് ഉണ്ട്, അതിലാണ് ഈ കുട്ടികളിലൊക്കെ സെക്സ് ട്രാഫിക് ചെയ്യാനും ഇവരുടെ കുറേ റിച്വലൊക്കെ നടത്തുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ത് പറയും, ഇങ്ങനെ ഒരു റൂമേ ഇല്ല. മെയിൻ സ്ട്രീം മീഡിയ വന്നിട്ട് പറയും ഇങ്ങനെ ഒരു റൂമില്ല, നിങ്ങളൊക്കെ മണ്ടന്മാരായി, ഇങ്ങനെ ഒരു റൂമില്ല, ഒന്നുമില്ല, നിങ്ങളൊക്കെ പറ്റിച്ചു എന്ന് പറയും. തെളിവുണ്ട്. ഇയാൾ പണ്ടൊരു മാഗസിനോ എന്തിനോ കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ കോമറ്റ് പീസിൻ്റെ ബേസ്മെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്നൊരു കാര്യം പറയുന്നുണ്ട്. പിന്നെ ഈ പ്രശ്നമൊക്കെ വന്നപ്പോൾ അവർ പോയി നോക്കുമ്പോൾ ബേസ്മെൻറ്റ് കാണാനില്ല. അത് മതി മെയിൻ സ്ട്രീം മീഡിയ ബേസ്മെൻറ്റ് ഒന്നുമില്ല, നിങ്ങളൊക്കെ ഡീബങ്ക് ചെയ്തു, ഈ കോൺസ്പിറസി ഞങ്ങൾ ഡീബങ്ക് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. പക്ഷേ കുറേ കാലം മുന്നേ കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ ഇയാൾ തന്നെ പറയുന്നുണ്ട്, ഈ ബേസ്മെൻറ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേത് ബേസ്മെൻറ്റ്? പോട്ടെ. ഇയാളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫക്ഡ് അപ്പ് തിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ഗേ ആണെന്ന് പറഞ്ഞല്ലോ. ഐ മീൻ ബയോളജിക്കലി ഇയാൾക്ക് കുട്ടികളൊന്നും ഇല്ല, കുട്ടികൾ മാത്രമേ ഉള്ളൂ ഈ ഇൻസ്റ്റാഗ്രാമിൽ. എങ്ങനെ ഈ കുട്ടികളൊക്കെ ഉണ്ടാവുന്നു, എവിടെ നിന്ന്, ഇതൊക്കെ ആരുടെ കുട്ടികളാണ്, ഇതെന്താണ് സംഭവം, ഒരു പിടിയില്ല. ഇതാ ഒരു കുട്ടീൻ്റെ ഫോട്ടോ, റെഡ് ലൈറ്റ് ഇട്ടിട്ട്, ക്യൂട്ട്നെസ് ഈസ് വെരി സീരിയസ് ബിസിനസ്, സീരിയസ്ലി. ഒരു കുട്ടി ഇങ്ങനെ വെറുതെ പൈസയൊക്കെ പിടിച്ചിട്ടുള്ള വേറെ കുട്ടി. ഇതാണ് ഏറ്റവും ഫക്ഡപ്പ്. ഒരു കുട്ടീൻ്റെ കൈ ഇങ്ങനെ വെച്ചിട്ട്, കൈ ഇങ്ങനെ ടേപ്പ് ചെയ്ത് വെച്ചിരിക്കുക, അതായത് കൈ ഇങ്ങനെ കെട്ടിയിട്ടിരുന്ന പോലെ ഒരു ടേബിളിൽ, ഈ കോമറ്റ് പീസിൻ്റെ ടേബിളിൽ വെച്ചിരിക്കുക. എന്നിട്ട് അതിൽ കമൻറ്റ് ചെയ്തിരിക്കുക, ന്യൂ സീറ്റിംഗ് ഏരിയ പ്രൊസീജിയർ ഫോർ യുവർ ഗസ്റ്റ്. ഈ കുട്ടികളെ ഒരു വയസ്സായ ആൾ, 40 വയസ്സ് 30 വയസ്സുള്ള ആൾ, കുട്ടികളെ ഇഷ്ടമായിരിക്കും. ആർക്കിപ്പോൾ ചെറിയ കുട്ടികളിലൊക്കെ ഇഷ്ടമായിരിക്കും. കുട്ടികൾ ഓക്കെ, അവിടെ ഇഷ്ടമാണ്, അവർ ചിലപ്പോൾ നമുക്ക് എടുക്കാൻ തരും, ഓക്കെ, അത് കഴിഞ്ഞാൽ കൊടുക്കുക. നമ്മുടെ കുട്ടിയല്ലെങ്കിൽ എന്നാൽ പിടിച്ചു. അല്ലാതെ ഇങ്ങനെ ഓവറായിട്ട് ഈ ഒബ്സസ്ഡ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, ദർ ഇസ് സംതിങ് സീരിയസ്ലി റോങ് വിത്ത് ദം. അതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. അടുത്തത് ഇതൊക്കെ ഇയാളിടുന്ന പോസ്റ്റാണ് കേട്ടോ.
സെൽഫോൺ യൂസ് പ്രൊഹിബിറ്റഡ് ഇൻസൈഡ് ബൂം റൂം. ബൂം ബൂം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ മറ്റേ പ്രോസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സംഭവം പോലെയാണ് അത്. ചിക്കൻ ലവർ, ഒരു കുട്ടീൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ചിക്കൻ ലവർ. ഒരു ചിക്കനും ആ ഫോട്ടോയിലില്ല, ഒരു കോഴിൻ്റെ ഫോട്ടോ പോലും ഇല്ല. ചിക്കൻ ലവർ ഹാഷ്ടാഗാണ്. അടുത്തൊരു ഡാർക്ക് സാധനം വായിച്ചോ. ചൈൽഡ് കീപ്പ് ആസ്കിങ് ഫോർ എ സോഡ്, ഒരു വാള്. ഗോഡ് ഡാമേജ് ജസ്റ്റ് ഗീവ് ദ ചൈൽഡ് ബ്ലഡി സോഡ് ആൻഡ് ദെൻ വി ക്യാൻ ഹാവ് ഓൾ ദ പീസ്. ഇറ്റ്സ് ഗെറ്റിംഗ് വിയർഡർ ആൻഡ് വിയർഡർ. കോമറ്റ് ലോങ് ഡോങ് ഷോപ്പ്. ഡോങ് അറിയാലോ, ഒരു ജർമ്മൻ ബേബി ഡോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബൊമ്മൻ വെച്ചിട്ടുണ്ട്, കുട്ടീനെ പോലത്തെ ഒരു ബൊമ്മന്. എന്നിട്ട് ഒരു വില ഇട്ടിട്ടുണ്ട്, $1200 പ്ലീസ് ഡു നോട്ട് ടച്ച്, വേ ഓവർ പ്രൈസ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഉണ്ട്. അത് ആക്ച്വലി ഒരു ചൈൽഡിനെ വിൽക്കുന്ന പോലെ. ഇയാൾ ഭയങ്കര പവർഫുൾ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇയാൾ ഒബാമ നടത്തിയ വൈറ്റ് ഹൗസിൻ്റെ അകത്ത് ക്രിസ്മസ് പാർട്ടിക്ക് ഇയാളൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്, ഇയാളുടെ പോസ്റ്റും ചെയ്തിട്ടുണ്ട്. ഇയാൾ 5 തവണ വൈറ്റ് ഹൗസ് ഒബാമൻ്റെ സമയത്ത് വിസിറ്റ് ചെയ്തു എന്നാണ് ഒഫീഷ്യൽ രേഖകളുള്ളത്. പ്രസിഡൻറ്റിന് വരെ ആക്സസ് ഉണ്ട് ആൾക്ക്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതേതോ റാൻഡം ചങ്ങായി അപ്പുറത്തുള്ള ചങ്ങായല്ല, പിസ ഉണ്ടാക്കുന്ന ചങ്ങായല്ലത്. പ്രസിഡൻറ്റിൻ്റെ ആയിട്ടാണ് കണക്ഷൻ. 5 തവണ വൈറ്റ് ഹൗസിൽ പോയിട്ടുണ്ട്. ഡോമിനോസിൻ്റെ മുതലാളി 5 തവണ വൈറ്റ് ഹൗസിൽ പോയിട്ടുണ്ടോ എന്ന് അറിയില്ല, പോയിട്ടുണ്ടാവില്ല. ഇനി വേറൊരു മൈരൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഷുവ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരുത്തരുണ്ട് ഈ പിസ്സ ഷോപ്പിൽ. അവൻ്റെ ചില പോസ്റ്റ് ഒന്നും ഇവിടെ ഇടാൻ കൂടെ പറ്റില്ല. കം വിസിറ്റ് പിസ്സ ഒരു പ്രൈവറ്റ് പാർട്ടിലൊക്കെ വെച്ചിട്ട് ഒരു പോസ്റ്റൊക്കെ. കിൽ ഡോളി കിൽ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒരു വിയേർഡായിട്ടുള്ളൊരു വീഡിയോ, ഒരു ഡോള് പോലത്തെ ഫേസൊക്കെ വെച്ചിട്ട് ആൾക്കാരുടെ. അതായത് ഇത് കണ്ട, ഇത് നമ്മൾ എത്രയൊക്കെ ഇത് അങ്ങനെയല്ല, അങ്ങനെ ആയിരിക്കില്ല, ഇതിങ്ങനെ ചിലപ്പോൾ ഇതിപ്പോൾ റാൻഡമായിട്ടുള്ള ആയിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കാൻ നമ്മൾ ശ്രമിച്ചാലും ഇങ്ങനെയാണ് ഇവന്മാരുടെ ഓരോ തോന്നിവാസങ്ങൾ. പിസ്സ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 2 ഗേ ആയിട്ടുള്ള ആൾക്കാർ ബ്ലോ ജോബ് ചെയ്യുന്ന പോലെയൊക്കെ, അങ്ങനത്തെയൊക്കെ ഒരു പോസ്റ്റ് വേറെ. അപ്പോൾ ജെയിംസ് എലിഫാൻറ്റസിൻ്റെ പോസ്റ്റുകൾ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ഇതൊരു ഒരു മണിക്കൂറിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട്. അതിലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഒരു പോസ്റ്റ്, അതിൽ കമൻ്റ് ഇട്ട് ഒരുത്തന്നെ എടുക്കും. അതെടുത്തിട്ട് പോകുമ്പോൾ അങ്ങനെ പോയി അത് കമൻറ്റ്, ഒരു വിയേർഡ് കമൻറ്റ് ഉള്ളവൻ്റെ പോസ്റ്റ് എടുക്കും. അവൻ്റെ പോയി അങ്ങനെ അവസാനം ഒരു പോസ്റ്റൊക്കെ ഉണ്ട്. അതിൽ കുറച്ച് കുട്ടികൾ കോണ്ടം ഇല്ലേ, കോണ്ടത്തിൻ്റെ കവർ ഇങ്ങനെ നിലത്തിട്ടുണ്ട്, അതിൽ കളിക്കുക, അതിൻ്റെ മേലെ ഇരുന്നിട്ട് ചെറിയ കുട്ടികൾ കളിക്കുക പോയിട്ട്. ഇതൊക്കെ ഇവന്മാർ എന്തിനാ അതൊക്കെ ചെയ്യുന്നത്, ഇത് എന്തിനാ പോസ്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. വെരി വിയേർഡ് തിങ്സ് ആർ ഹാപ്പനിങ്. ഇതെല്ലാം റിമൂവ്ഡാണ്. ഇപ്പോൾ നമുക്കൊന്ന് കാണാൻ പറ്റില്ല. ഇതിൻ്റെയൊക്കെ പ്രൂഫ് അന്നവന്മാർ എടുത്തു വെച്ചുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ പറയാനെങ്കിലും പറ്റി. അതുപോലെ ഇനി ഒരു റിച്വൽ പോലെ ഈ ഐസ് വൈറ്റ് ഷർട്ട് എന്നുള്ള സിനിമയില്ലേ, അതിൽ അവരൊരു കുറേ മാസ്ക് ഒക്കെ ഇടില്ലേ ഒരു റിച്വലിനൊക്കെ പോകുമ്പോൾ, അതുപോലെ ഒരു 3 മാസ്ക് ഇട്ട ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്ന ഒരു പോസ്റ്റ്. പിന്നെ ഒരു കുട്ടി, ചെറിയ കുട്ടി ഇങ്ങനെ പറയുന്ന പോലത്തെ ഒരു പോസ്റ്റ്. ഐ ഗോട്ട് കെയർലെസ് അബൌട്ട് മൈ ബ്യൂട്ടി, ഐ ജസ്റ്റ് വാണ്ട് ബൈ ദ പിസ്സ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ്. പിന്നെ ഈ ജിമ്മി കോമറ്റ്, ഈ ഓണറിൻ്റെ പ്രൊഫൈൽ പിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാച്ചുവിൻ്റെ ഒരു ഫോട്ടോ ആണ്. ഇതെന്ത് സ്റ്റാച്ചു ആണ്, ഇതാരാണ് നോക്കുമ്പോൾ പണ്ട് റോമൻ എംപയറിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ആൻറ്റോണിയോസ് എന്ന് പറഞ്ഞിട്ടാണ് ആ ആളുടെ പേര്. ആൻറ്റോണിയോസ് ആരാണ്? പെഡോഫൈലായിട്ടുള്ള ഒരാളാണ്. ഒരു അണ്ടർ ഏജ് ഒരു പയ്യനാണ്. ഹാഡ്രിയ എന്ന് പറഞ്ഞിട്ട് പണ്ട് റോമൻ എംപയറിൽ ഉണ്ടായിരുന്ന ഒരു രാജാവിൻ്റെ ലവർ ബോയ് ആണ് ഈ ആൻറ്റോണിയസ്.
അതായത് ഒരു അഡൽട്ട് മാനും ഒരു അണ്ടർ ഏജ് ബോയ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു സ്റ്റാച്ചു ആണ് ഈ ആൻറ്റോണിയസിൻ്റെ സ്റ്റാച്ചു. അതാണ് ഇയാളുടെ പ്രൊഫൈൽ പിക്ക്. നമുക്ക് സെർച്ച് ചെയ്യാം, നമുക്കിത് കമ്പയർ ചെയ്ത് നോക്കാം. സെയിം ഫോട്ടോ ആണ്. ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ വേണ്ടല്ലോ. എന്താണ് നിങ്ങൾ അവിടെ എന്ത് പ്രൊഫൈൽ പിക്കാണ് നിങ്ങൾ വെച്ചിരിക്കുന്നതാ. ഇനി വേറൊരു സംഭവമുണ്ട്. ഇതാണ് ഏറ്റവും ഡാർക്കായിട്ടുള്ള സംഭവം. മരിയ അബ്രാമോവിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. ഒരു സൈബീരിയക്കാരി, ഒരു സ്ത്രീയാണ്. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫോമേറ്റീവ് ആർട്ടിസ്റ്റ് ഇല്ലേ, അതായത് ഇങ്ങനെ ഈ മോഡേൺ ആർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഓരോ പെർഫോമേറ്റീവ് ആർട്ടൊക്കെ നമ്മൾ ഒരു വലിയ ചുമരുണ്ടായാലും ഇങ്ങനെ പെയിൻറ്റിങ്ങിന് ഒഴിക്കുമ്പോൾ എന്നിട്ട് പോയി ഇതാണ് ആർട്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ടീംസ് ഇല്ലേ, അതിൻ്റെ ഒരു വിയേർഡസ്റ്റ് ഫോം. അതായത് ഇവരുടെ മരിയ അബ്രാമോവിച്ച് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോട്ടോസ് എല്ലാം കുട്ടികളെ വെച്ചിട്ട് കുട്ടികളുടെ മുഖത്തൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഈ കുട്ടികളുമായിട്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞു, കുട്ടികളിലെ ഈ ഒരു ഒബ്സഷൻ ഉണ്ട് ഇവർക്ക്. അത് വളരെ ഓപ്പണായിട്ട് അവരെല്ലാം കാണിക്കുന്നുണ്ട്. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ മരിയ അബ്രാമോവിച്ചിൻ്റെ ഒരു സംഭവമുണ്ട്. സ്പിരിറ്റ് കുക്കിംഗ് എന്നാണ് അതിൻ്റെ പേര്. സ്പിരിറ്റ് കുക്കിംഗ് എന്താണ് പരിപാടി എന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഇപ്പം ഇവിടെ ഈ മരിയ അബ്രാമോവിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരിയ അബ്രാമോവിച്ച് ടോണി ജോൺ പെഡസ്റ്റ് ഉണ്ടല്ലോ, ജോൺ പെഡസ്റ്റിൻ്റെ ഏട്ടനാണ് ടോണി. ടോണിക്കൊരു മെയിൽ അയച്ചു. ടോണിയാണ് പൊളിറ്റിക്കലി കുറച്ചുകൂടെ ഇൻവോൾവ്മെൻറ്റ് കേട്ടോ ജോൺ പെഡസ്റ്റിനെക്കാളും. ടോണിക്കൊരു മെയിൽ അയച്ചു. അത് ടോണി ജോൺ പെഡസ്റ്റിക്ക് ഫോർവേഡും ചെയ്തിട്ടുണ്ട്. ഇത് ഇമെയിൽ ലീക്ക് എന്നുള്ളതാണ്. സ്പിരിറ്റ് കുക്കിംഗ് ഡിന്നറിന് വരുന്നുണ്ടോ, നിങ്ങളുടെ ബ്രദർ ജോയിൻ ചെയ്യുന്നുണ്ടോ, ജോൺ പെഡസ്റ്റ ജോയിൻ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ് സ്പിരിറ്റ് കുക്കിംഗ്? ഇത് ഒരു ഡാർക്കായിട്ടുള്ള കൾട്ടുകൾ ചെയ്യുന്ന ഒരു സാധനമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യനെ ഇങ്ങനൊരു ബ്ലഡിൻ്റെ ഒരു ടേബിളിൽ ഇങ്ങനെ കിടത്തും. ബ്ലഡ് പിഗിൻ്റെ ബ്ലഡും ഓർ ഹ്യൂമൻ ബ്ലഡ് യൂസ് ചെയ്യാം. ഫ്രഷ് ബ്രസ്റ്റ് മിൽക്കോ ഓർ ഫ്രഷ് സ്പേമോ യൂസ് ചെയ്തിട്ട് ഒരു റിച്വൽ അതിൽ നടത്തിയിട്ട് സ്പിരിറ്റ്സും ആയിട്ട് കണക്ട് ചെയ്യാം. സ്പിരിറ്റുമായിട്ട്, അതായത് ഇങ്ങനെ ഈ സൂപ്പർ നാച്ചുറൽ സാധനങ്ങളായിട്ട് കണക്ട് ചെയ്യാം. ഇത് ഈ മെറ്റീരിയൽ വേൾഡിനെ ആയിട്ട് സ്പിരിറ്റിനെ കണക്ട് ചെയ്യാൻ ഈ റിച്വൽ വഴി പറ്റും. അതാണ് സ്പിരിറ്റ് കുക്കിംഗ് എന്നാണ് ഈ പെണ്ണുപിള്ള പറയുന്നത്. മരിയ അബ്രാമോവിച്ച് വിത്ത് സെലിബ്രിറ്റീസ് എന്ന് അടിച്ചാണ്ടല്ലോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കേറ്റി പെറി ഉണ്ട്, ബിയോൺസെ ഉണ്ട്, ലേഡി ഗാഗ ഉണ്ട്. ലേഡി ഗാഗിൻ്റെ കൂടെയാണ് ഒരുപാട് ഫോട്ടോസ് ഉള്ളത്. അതേപോലെ ജെറാഡ് ലെറ്റോ ആയിട്ടുള്ള ഫോട്ടോസും ഉണ്ട്. ഇവരായിട്ട് കുറേ ഫോട്ടോസ് ഉണ്ട്, ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ. ആ ഒരു സർക്കിളിലില്ലേ ഈ മെറീന എന്ന് പറഞ്ഞിട്ടുള്ള അവർ, ഈ പുറത്തെ ആൾക്കാർക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, പക്ഷേ ആ ഒരു ഹോളിവുഡ് ഒരു എലീറ്റിൻ്റെ ആ ഒരു സർക്കിളിൽ ഭയങ്കര ഫേമസ് ആണ്. ഒരുപാട് പേരുടെ കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ തപ്പിയെടുക്കാം. ഷീ ഈസ് വെരി വിയേർഡ്. അതുപോലെ അവരുടെ തന്നെ വേറൊരു തോന്നിയ ദിവസം കേട്ടോ, അത് അവരുടെ ഒരു വീഡിയോ ഉണ്ട്, ഒരു 10 മിനിറ്റ് എങ്ങാണ്ടുള്ള വീഡിയോ ഉണ്ട്. അതുകൂടെ കാണിക്കാനൊന്നും പറ്റില്ല, അത് യൂട്യൂബിലോ നിങ്ങൾക്ക് എവിടെയെങ്കിലും തപ്പിയെടുക്കുക, എക്സിലുണ്ടാവും. അതിലൊരു സംഭവത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു വാളിൽ, ഒരു ചുമരിൽ ബ്ലഡ് പോലത്തെ ഒരു സാധനം കൊണ്ട് എഴുതിയിരിക്കുകയാണ്, വിത്ത് എ ഷാർപ്പ് നൈഫ് കട്ട് ഡീപ്ലി ഇൻ ടു ദ മിഡിൽ ഫിംഗർ ഓഫ് യുവർ ലെഫ്റ്റ് ഹാൻഡ്, ഈറ്റ് ദ പെയിൻ. നിങ്ങളൊരു കത്തി എടുക്കുക, നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിലെ മിഡിൽ ഫിംഗർ കട്ട് ചെയ്യുക, ഈറ്റ് ദ പെയിൻ. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ആൾക്കാർ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ജോൺ പെഡസ്റ്റ ഈ സ്പിരിറ്റ് കുക്കിങ്ങിന് പോയിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെയാണല്ലോ നമുക്ക് സംശയം. അപ്പോൾ ആൾക്കാർ പറയുന്നത് സെപ്റ്റംബർ 25 2015 ജോൺ പെഡസ്റ്റ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇട്ടിട്ടുണ്ട്.
അതിൽ എന്താ വെച്ചാൽ അതെന്തോ ഒരു ചാരിറ്റി ഇവൻറ്റിൻ്റെ എന്തോ ഒരു മീനിൻ്റെ എന്തോ ഒരു സംഭവത്തിൻ്റെ ഒരു പരിപാടി, ഈ ഓഷ്യൻ ലൈഫ് അങ്ങനെ എന്തോ ഒരു പരിപാടിയാണ്. അതിൽ റൈറ്റ് ഹാൻഡിൽ 14ഉം ലെഫ്റ്റ് ഹാൻഡിൽ ഫിഷും അങ്ങനെ പിടിച്ചിട്ടാണ് ആ ഒരു ഫോട്ടോ ഉള്ളത്. ആ ഫോട്ടോ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. പുള്ളിയുടെ ലെഫ്റ്റ് ഹാൻഡിലെ മിഡിൽ ഫിംഗറിൽ ഒരു ബാൻഡേഡ് ഉണ്ട്. മനസ്സിലായോ? അതായത് ഇതിപ്പോൾ കോയിൻസിഡൻസ് ആവാതിരിക്കാം, എന്തോ ആയിക്കോട്ടെ. ബട്ട് ഇങ്ങനെയാണ് ഈ മെറീനൻ്റെ ഒരു കൾട്ട് സാധനമാണ് ഇത്. ഈ കത്തി എടുത്തിട്ട് ലെഫ്റ്റ് ഫിംഗർ മിഡിൽ ഫിംഗർ കട്ട് ചെയ്തിട്ട് ഇനി ഈറ്റ് ദ പെയിൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അറിയില്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ ലെഫ്റ്റ് ഫിംഗറിലൊരു ബാൻഡേഡ് ഉണ്ട് ജോൺ പെഡസ്റ്റൻ്റെ കയ്യിൽ. ജിമ്മി കോമറ്റിലും ഈ മെറീനൻ്റെ പോസ്റ്റ് ഉണ്ട്. മെറീനൻ്റെ പോസ്റ്റ് ജിമ്മി കോമറ്റിൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലും മെറീനെ കുറിച്ച് പറയുന്നത് കേട്ടോ. അതായത് ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ടോ ഇല്ല എന്നതാ ഈസി ആയിട്ട് നമുക്ക് ഇതൊക്കെ കാണിച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. വെരി ഈസി. പക്ഷെ മെയിൻ സ്ട്രീം മീഡിയ അതൊന്നും പറ്റില്ല. ഇനി അടുത്തത് വളരെ വിയേർഡ്. അടുത്തത് ഈ ടോണി പെഡസ്റ്റ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ഇയാളുടെ ഏട്ടൻ, ഈ ഇമെയിൽ ലീക്കായ ആളുടെ ഏട്ടൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അയാളുടെ വീട്ടിൽ കുറേ ആർട്ട് വർക്ക് ഉണ്ട്. ഈ ഒരു മര്യാദയ്ക്കുള്ള ആർട്ട് വർക്കാണ് ശരി. ഇയാളുടെ ഫസ്റ്റ് ആർട്ട് വർക്ക് ഇയാളുടെ ഒരു സ്റ്റെയർ കേസിൽ ഒരാളുടെ ബോഡി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന പോലത്തെ ഒരു ആർട്ട് വർക്ക് ഉണ്ട്. ഓക്കെ, അത് എന്ത് ആർട്ട് വർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് എന്തിന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജെഫ്രി ഡാമർ എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ കില്ലറുണ്ട്. അയാളെ കുറിച്ചൊരു നെറ്റ്ഫ്ലിക്സിലൊരു സീരീസൊക്കെ ഉണ്ട് അയാളെ കുറിച്ച്. ഭയങ്കര ഡാർക്കായിട്ടൊരു മനുഷ്യനാണ്, ഗേ ആയിട്ടുള്ള ഒരാളാണ് അയാൾ. ഇതുപോലെ ഗേ ആയിട്ടുള്ള വേറെ ആൾക്കാരിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് വിഷം കൊടുത്ത് അവരെ സെക്ഷൽ ഫാൻറ്റസീസൊക്കെ ചെയ്ത് അവരിനെയൊക്കെ മുറിച്ച് വീടിൻ്റെ അടിയിൽ തന്നെ സ്റ്റോർ ചെയ്ത് അതിനെ കഴിക്കുകയോ അങ്ങനെ എന്തൊക്കെയാണ് പുള്ളി ചെയ്യുന്നത്. അയാളുടെ ഒരു വിക്ടിമിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്ന, കഴുത്തില്ല എന്നിട്ട് ഇങ്ങനെ വളഞ്ഞിങ്ങനെ റാ പോലെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, ഫേമസ് ഫോട്ടോ ആണ്. അയാളുടെ അറസ്റ്റ് ചെയ്തപ്പോൾ അവിടെ കണ്ട വിക്ടിമിൻ്റെ ഫോട്ടോ ആണ്. ആ ഫോട്ടോ ആണ് ഈ ആർട്ട് വർക്കിൻ്റെ. ആ ഫോട്ടോ അങ്ങനെ ഒരു സ്റ്റാച്ചു പോലെ ആക്കി കഴിഞ്ഞാൽ അത് ഈ ആർട്ട് വർക്കാണ്. വേറെ കുറേ ഡ്രോയിങ്സ് ഉണ്ട്, നേക്കഡ് ചിൽഡ്രൻ, നേക്കഡ് ആൾക്കാർ, ഇങ്ങനത്തെ ഒരു വിയേർഡ് സംഭവങ്ങളാണ് മുഴുവൻ ഇയാളുടെ വീട്ടിൽ. അത് ഇയാൾ ഭയങ്കര സംഭവമായിട്ട് കുറേ മാഗസിൻകാരും കുറേ മീഡിയക്കാരൊക്കെ വന്ന് കവറും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഫോട്ടോ വിത്ത് പ്രൂഫ്. ഇതിപ്പോൾ നമ്മളൊരാൾ അയാളുടെ വീട്ടിൽ അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിക്കില്ല. ഇത് ഇവരെന്നെ ഇതൊക്കെ പുറത്ത് ഇവരെന്നെ ഒരാൾക്കാരൻ്റെ വീട്ടിലേക്ക് വരൂ, ഇത് കാണൂ, ഇത് ജെഫ്രി ഡാമറിൻ്റെ വിക്ടിമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പൊളി. ഇനി വേറൊരു വിയേർഡ് സംഭവം, ഈ FBI ഉണ്ടല്ലോ അമേരിക്കയിലെ, അവർ ഈ ഒരു ലീക്കൊക്കെ പുറത്ത് വന്നതിന് ശേഷം അവർ വേറൊരു ഡോക്യുമെൻ്റ് പുറത്ത് വിട്ടിട്ടുണ്ട്. അത് വല്ലാത്തൊരു ഡോക്യുമെൻ്റാണ്. അതിലവർ പറയുന്നത് ഈ പെഡോഫൈൽസും ഇങ്ങനത്തെ ഒരു കൾട്ട് ആൾക്കാരില്ലേ, ഈ ചൈൽഡ് സെക്സ് ട്രാഫിക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് സിമ്പിൾസ് ഉണ്ട്. ഇത് നമ്മളിപ്പോൾ ഇതിപ്പോൾ നമ്മളിരുന്ന് പറയണ ഇവർ ഒരു സിമ്പിൾ ഇവർ യൂസ് ചെയ്യും, ഇല്ലുമിനാറ്റിൻ്റെ ട്രയാങ്കിൾ പോലെ ഇവർക്കൊരു സിമ്പിൾ ഉണ്ട്, അവർ ആ സിമ്പിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം, അവർ ഈ ചൈൽഡ് ട്രാഫിക്കിങ്ങിൻ്റെ ആൾക്കാരാണ്, സീക്രട്ട് സൊസൈറ്റി ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല. ഇത് FBI ഒറിജിനൽ ഡോക്യുമെൻ്റ്, എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കാം. ആ ഡോക്യുമെൻറ്റിൽ പറയുന്നത് ഒരു ട്രയാങ്കിൾ ഉണ്ട്, അത് ഇങ്ങനെ ഉള്ളിലേക്ക് സ്പൈറലായിട്ടുള്ള ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അത് പെഡോഫൈൽസിൻ്റെ സിമ്പലാണ്, അവർ യൂസ് ചെയ്യുന്ന സിമ്പലാണ്. അതേപോലെ ഒരു ലവിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ലവ് പോലെ ഒരു സാധനം ഉണ്ടെങ്കിൽ അതും ഗേൾ ലവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡാണിത്. അതേപോലെ വെറുതെ ഇങ്ങനെ ഒരു വട്ടത്തിൽ ഒരു സർക്കിൾ, സ്പൈറലായിട്ടുള്ളൊരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ അത് ലിറ്റിൽ ബോയ് ലവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഡാണ്. ബട്ടർഫ്ലൈ
ബട്ടർഫ്ലൈ ലോഗോ പോലത്തെ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ചൈൽഡ് ലവറാണ്. ചൈൽഡ് ലവറിൻ്റെ ഒരു കോഡാണിത്. ഈ കോമറ്റ് പിസ്സ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണല്ലോ ഈ മറ്റേ ഈ ജെയിംസ് എലിഫാൻറ്റസിൻ്റെ. അതിൻ്റെ തൊട്ട് 2 കടൻ്റെ അപ്പുറത്ത് ബെസ്റ്റ പിസ്സ എന്ന് പറഞ്ഞിട്ട് വേറൊരു പിസ്സ ഷോപ്പുണ്ട്. ആ പിസ്സ ഷോപ്പിൻ്റെ ലോഗോ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ അപ്ലൈ പറഞ്ഞില്ലേ, ഒരു ട്രയാങ്കിൾ, അതിങ്ങനെ സ്പൈറലായിട്ടുള്ള സ്പൈറൽ ട്രയാങ്കിൾ ലോഗോ ആണ് ബെസ്റ്റ പിസ്സയ്ക്കുള്ളത്. ഈ ഡോക്യുമെൻ്റ് വന്നതിന് ശേഷം അവർ ആ ലോഗോ മാറ്റുകയും ചെയ്തു. ഈ കോമറ്റിൻ്റെ പിങ് പോങ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, ഗെയിം അറിയാമല്ലോ, ഇപ്പോൾ ടേബിൾ ടെന്നീസ് പോലത്തെ. ആ ടേബിൾ ടെന്നീസിനൊരു അവരുടെ ആ പിങ് പോങ്ങിന് ഒരു ലോഗോ ഉണ്ട്, അത് ബട്ടർഫ്ലൈ ആണ്. ഇതേ സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്ത് ടെറാസോൾ എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു വെബ്സൈറ്റ് ഉണ്ട്, അതിനും ഈ ലവ് ഷേപ്പിൻ്റെ ലോഗോ ആണ്. ഒരു ലവ്, അതിൻ്റെ ഉള്ളിൽ വേറെ ലവ്, ഒരു ചെറിയ കൈ, ഒരു വലിയ കൈ, ഒരു ചെറിയ കൈ. മനസ്സിലായില്ലേ? എന്നാൽ FBI ഡോക്യുമെൻറ്റിലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അതുപോലെ വലിയ വലിയ കമ്പനികൾക്കും ഇങ്ങനത്തെ ലോഗോ ഉണ്ട്. MSN, പണ്ടത്തെ MSN എന്ന് പറഞ്ഞൊരു സാധനമില്ല, അതിനിങ്ങനെ ഉണ്ട്. AOL എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിക്ക് ഉണ്ട്. വാൾസ് ഐസ്ക്രീം, അതിനും ഈ ലവ് ഷേപ്പ് ലോഗോ ആണ്. വാർണറിൻ്റെ ദ ടൈം വാർണർ ലേബൽ എന്ന് പറഞ്ഞിട്ടുള്ള അവർ വാർണർ ബ്രോസിൻ്റെ എന്തോ ഒരു സബ്സിഡറിയാണ്, അതിനും ഇങ്ങനത്തെ ഒരു ലോഗോ ആണ്. മൊത്തത്തിൽ FBI ഒരു ഡോക്യുമെൻ്റ് പുറത്ത് വിടുന്നു. അത് നോക്കുമ്പോൾ ഈ കോമറ്റ് പീസിൻ്റെ ചുറ്റുമുള്ള ആൾക്കാരൊന്നും ശരിയല്ല. ഇതാണ് ഇവരിങ്ങനെ കണ്ടുപിടിക്കുന്നത്. ഇതെന്താ ഇവർ ശരിയില്ലല്ലോ. അങ്ങനെ ഈ കോൺസ്പിരസി ഒന്ന് നിർത്തണം. ഈ വയ്യ കോൺസ്പിരസി, ഇതൊക്കെ വെറുതെ ആൾക്കാർ ഉണ്ടാക്കുന്നതാണ് എന്ന് പറയാനൊരു ഗ്യാപ്പ് വരണ്ടേ? ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനി കേട്ടോ, ബെസ്റ്റ പിസ്സ എന്ന് പറഞ്ഞില്ല, ഇതിൻ്റെ തൊട്ട് 2 കട അപ്പുറത്ത് ഒരു ബെസ്റ്റ പിസ്സ ഉണ്ട്, അതിൻ്റെ ലോഗോ ബിയർഡ് ലോഗോ ആണെന്ന് പറഞ്ഞില്ലേ. ആരാണ് ബെസ്റ്റ പിസ്സൻ്റെ ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രൂ ക്ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. പുള്ളി എവിടെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ DOJ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പ്രോസിക്യൂട്ടറാണ്. പ്രോസിക്യൂട്ടർ അറ്റേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസിക്യൂട്ടർമാരെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് വേണ്ടി വാദിക്കുന്ന, ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വാദിക്കുന്ന വക്കീലാണ് ഇയാൾ, അറ്റേണി പോലെ. എന്ത് കേസിലാണ് പുള്ളി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നതെന്ന് അറിയോ? ഹ്യൂമൻ ട്രാഫിക്കിംഗ് കേസിൽ. സ്പെഷ്യലൈസിങ് ഓൺ ചൈൽഡ് ട്രാഫിക്കിംഗ് കേസസ്. ആ കേസിൽ ഈ ചൈൽഡ് ട്രാഫിക്കിംഗ് കേസ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആളാണ് ഈ ബെസ്റ്റ പിസ്സൻ്റെ ഓണർ. എന്നിട്ട് ഇയാൾക്കറിയില്ല ഇയാളുടെ ലോഗോ ഈ ട്രയാങ്കിൾ സ്പൈറൽ സാധനം FBI അറിയാം ഇത് പെഡോഫൈൽസിൻ്റെ സിമ്പിളാണെന്ന്. ഈ ആൻഡ്രൂ ക്ലൈൻ അറിയില്ല. പുള്ളിയാണ് ഈ ചൈൽഡ് സെക്സ് ട്രാഫിക്കിങ്ങിൻ്റെ അമേരിക്കയുടെ തന്നെ പ്രോസിക്യൂട്ടർ അറ്റേണി. പുള്ളിക്കറിയില്ല, സോറി. ഇനി വേറൊരു സംഭവം ഇതുപോലെ ഈ ഒരു കോൺസ്പിറസിക്ക് വീണ്ടും ഒരു മൊമെൻറ്റം കൊടുത്തത്, ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് 2016 2010-11 ആ ഒരു 5 വർഷം മുന്നേ ആൻഡ്രൂ ബെർബാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജേർണലിസ്റ്റ്, ഒരു ജേർണലിസ്റ്റ്, ജോൺ പെഡസ്റ്റ ഈസ് എ വേൾഡ് ക്ലാസ് അണ്ടർ ഏജ് സെക്സ് സ്ലേവ് ഓപ്പറേഷൻ ഹാൻഡ്ലർ എന്ന് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എക്സിൽ. ഇന്നും ആ പോസ്റ്റ് നമുക്ക് കാണാൻ പറ്റും, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ്രൂ ബെർബാർട്ട് ജീവനോടെ ഇല്ല, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. 16 ലീക്ക് വരുന്നത്, 2016. അതിൻ്റെ 5 കൊല്ലം മുന്നേ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കോയിൻസിഡൻസ് ആണോ? ഈ എല്ലാവരും ആൾക്കാർ, ഇപ്പോൾ നമ്മൾ തന്നെ ഇതറിഞ്ഞത് ഈ ഒരു ലീക്ക് വന്ന് ഈ ആൾക്കാർ ഓരോ കോൺസ്പിറസി ആയിട്ട് തള്ളിവിട്ടതുകൊണ്ടല്ലേ. പുള്ളിക്കറിയായിരുന്നു ഇത്. കറക്റ്റായിട്ട് പറയുന്നത് അണ്ടർ ഏജ് സെക്സ് സ്ലേവ് ഓപ്പറേഷൻ എന്ന് വൃത്തിയായിട്ട് പറയുന്നുണ്ട്. അവിടെ കൊടുക്കുക 5 കൊല്ലം മുന്നേ. ഇനി
ഹിലരി ക്ലിൻ്റനും ബിൽ ക്ലിൻ്റനും ഇവരും ഹൗ വിയർഡ് ആർ ദേ? നമുക്കറിയാം ബിൽ ക്ലിൻ്റൻ്റെ പേര് ജെഫ്രി എപ്സ്റ്റീൻ്റെ ഫയൽസിൽ ഒരു 60-70 എന്നൊക്കെയാണ് കണക്ക്. അത്രയും തവണ ഈ ബിൽ ക്ലിൻ്റനെ കുറിച്ച് പറയുന്നുണ്ട്. ബിൽ ക്ലിൻ്റൺ ഇയാളുടെ കൂടെയുള്ള ഫോട്ടോസ് ഉണ്ട്, അവർ ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ബിൽ ക്ലിൻ്റൺ ആളിത്തിരി ശരിയല്ല, അത് എല്ലാവർക്കും അറിയുന്നതാണ്. മോണിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ ഒരു സ്കാൻഡലൊക്കെ വന്നതാണ്. സ്ത്രീ വിഷയത്തിൽ കുറച്ച് വീക്കാണ് അറിയാം, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഹൗ വിയേർഡ് ആർ ദേ? ഹിലരിൻ്റെ അണ്ടറിലാണ് ഇവരെല്ലാവരും. ജോൺ പെഡസ്റ്റ, ഈ മറ്റവർ ജെയിംസ് എലിഫൻറ്റസ് ഒക്കെ ഈ ഹിലരിൻ്റെ സപ്പോർട്ടറാണ്. ഓക്കെ, അവർക്ക് വേണ്ടി ഫണ്ടൊക്കെ കൊടുത്ത ആൾക്കാരാണ്. ഒരു കഥ കേട്ടോ. 2010 ഹെയ്ത്തി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഭയങ്കര വലിയൊരു എർത്ത് കേക്ക് സംഭവിച്ചു. 2 ലക്ഷം പേര് 3 ലക്ഷം പേര് മരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഒരു രാജ്യത്ത് ഇത്രയും നാശം വിതച്ച ഒരു എർത്ത് കേക്ക് ഒരു രാജ്യത്ത് അങ്ങനെ എന്തോ ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് അതിൻ്റെ ഫാക്ട്സ്. ലോറ സിൽസ്ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിഷനറി ലേഡി, ഐഡഹോ എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ ഒരു സ്ഥലത്ത് നിന്ന് 10 അമേരിക്കൻ മിഷനറീസിനെയും കൊണ്ട് ഈ ലോറ സിൽസ്ബിൻ്റെ ഹെഡ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ നേരെ വെച്ച് പിടിക്കുകയാണ് ഹെയ്ത്തിക്ക്, രക്ഷിക്കാൻ ആൾക്കാരാണ്. നല്ല കാര്യം. ന്യൂ ലൈഫ് ചിൽഡ്രൻ എന്നാണ് അവരുടെ ആ സംഘടനയുടെ പേര് കേട്ടോ. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു വാർത്ത വരികയാണ്, ഈ ലോറ സിൽസ്ബിനെ അറസ്റ്റ് ചെയ്തു ഹെയ്ത്തി പോലീസുകാർ. എന്തിനാ അറസ്റ്റ് ചെയ്തതെന്ന് നോക്കുമ്പോൾ ഇതൊന്നും നമുക്കിതൊന്നും ഉണ്ടാക്കാൻ പോലും പറ്റില്ല, അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. 33 കുട്ടികളുമായിട്ട് ഹെയ്ത്തി ബോർഡർ കടന്നിട്ട് ഡൊമിനിക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തിലേക്ക് കടക്കാൻ പോകുന്ന സമയത്ത് ആ ബോർഡറിൽ വെച്ചിട്ടാണ് ഈ ലോറയിനെയും ബാക്കി 9 മിഷനറീസിനെയും 33 കുട്ടികളെയും പിടിക്കുന്നത്. ചോദിച്ചപ്പോൾ ലോറയും മറ്റുള്ളവരും പറഞ്ഞത്, ഞങ്ങൾ ഡൊമിനിക് റിപ്പബ്ലിക്കിൽ ഒരു ഹോട്ടൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, അങ്ങോട്ട് പോയി ഈ 33 കുട്ടികളെ അവിടെ പോയി താമസിപ്പിക്കാനാണ് എന്നാണ് പറഞ്ഞത്. 33 കുട്ടികൾ ഓർഫനാണോ? അല്ല, ഇതൊന്നും ഓർഫൻസ് അല്ല. ഇവർക്കൊക്കെ അച്ഛനും അമ്മയൊക്കെ അപ്പുറത്തുണ്ട്. ഇവർ ഈ ഗ്യാപ്പിൽ പോയിട്ട് 33 കുട്ടികളെയും കൊണ്ട് നാട് വിടാൻ ശ്രമിച്ചിരിക്കുക. കിഡ്നാപ്പിങ്ങിനും ചൈൽഡ് ട്രാഫിക്കിങ്ങിനും കേസെടുത്തു ആദ്യം ഹെയ്ത്തിക്കാർ, പോലീസുകാർ പിടിച്ചപ്പോൾ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആര് രക്ഷിച്ചു ഇവരിനെ? ബിൽ ക്ലിൻ്റൺ. വാർത്തയുണ്ട്, ഇതവിടെ കൊടുക്കാം. ബിൽ ക്ലിൻ്റൺ ബ്രോക്കേഡ് എ ഡീൽ ടു സേവ് ദോസ് മിഷനറീസ് എന്ന് പറയുന്നുണ്ട് ഈ ന്യൂസിൽ. പിടികിട്ടിയ ഇയാൾക്ക് എന്താ ആവശ്യം? ബിൽ ക്ലിൻ്റൺ ആരാണ്? ആരുമല്ല. 2010 ഇയാൾ എക്സ് പ്രസിഡൻ്റാണ്, ഇയാൾ പ്രസിഡൻ്റ് അല്ല. പക്ഷെ ഇയാളാണ് രക്ഷിച്ചത്. 9 പേരിനെ രക്ഷിച്ചു, കേസിൽ നിന്ന് ഒഴിവാക്കി. ഈ ലോറനെ മാത്രം അവർ പിടിച്ചു. 2-3 കുറച്ച് മാസം ജയിലിലും തൊട്ടു, പിന്നെ വിട്ടു. ലോറ ഇപ്പോൾ അമേരിക്കയിലുണ്ട്, അപ്പം തന്നെ വിട്ടു. 2-3 മാസം പിടിച്ചു. കിഡ്നാപ്പിങ്ങും ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ കേസൊക്കെ നൈസിൽ ഒഴിവാക്കി. ഇനി വേറൊരു കേസ്, ഇതിപ്പോൾ ബിൽ ക്ലിൻ്റൻ്റെ കേസ് അവിടെ കേട്ടോ. ഹിലരിൻ്റെ ഒരു ഇഷ്ടംപോലെ വിയേഡ് സംഭവങ്ങളുണ്ട്. ഹിലരിൻ്റെ ഒരു സാധനം കേട്ടോ. 2009 ഡൈൻ കോർപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിലിറ്ററി കോൺട്രാക്ടേഴ്സ് ഉണ്ട്, നമ്മുടെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഇല്ലേ, അതിലെ ആൾക്കാർ. നടക്കുന്നത് അഫ്ഗാനിസ്ഥാനിലാണ്. ഒഫീഷ്യൽ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 17 വയസ്സുള്ള ഒരു ടീനേജ് പയ്യനെ അഫ്ഗാനിസ്ഥാൻ
അവരുടെ ഒരു സ്പെഷ്യൽ അവരുടെ ഒരു ഡാൻസ് ഉണ്ട് അത്ര. ദ ട്രഡീഷണൽ ഡാൻസിന് വേണ്ടി ഈ 17 വയസ്സുള്ള ഈ പയ്യനെ വിളിച്ചു. ഡൈൻകോർപ്പ് ഒഫീഷ്യൽസിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു 17 വയസ്സുകാരനെ കൊണ്ടുവന്ന് ഡാൻസ് കളിപ്പിച്ചു. അവരുടെ എന്തോ ഒരു ഫങ്ഷനോ എന്തിനോ വേണ്ടിയിട്ട്, റിട്ടയർമെൻറ്റ് ഫങ്ഷനോ അങ്ങനെ എന്തോ ആണെന്നാണ് ഒഫീഷ്യൽ സ്റ്റോറി. വിക്കിലീക്സിൻ്റെ ഇമെയിൽ ഉണ്ട്, ഇതാ അതും കൂടെ കൊടുക്കുക. വിക്കിലീക്സിൻ്റെ ഇമെയിൽ ഉണ്ട്, ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഷെറിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഹിലരി ക്ലിൻ്റൻ്റെ ഒരു വക്കീലുണ്ട്. ആ വക്കീൽ ഹിലരിക്ക് അയച്ച മെയിലിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഡൈൻകോർപ്പ് അവിടുത്തെ അണ്ടർ ഏജ് പയ്യന്മാരെ കൂട്ടിക്കൊടുക്കുകയായിരുന്നു എന്ന് ആ മെയിലിൽ പറയുന്നുണ്ട്. 17 എന്നല്ല ഒഫീഷ്യൽ സ്റ്റോറി പറഞ്ഞത്, 15 വയസ്സുള്ളവർ ആ പയ്യനും ഡാൻസ് കളിച്ച പയ്യൻ ലാബ് ഡാൻസ് കളിപ്പിച്ചു എന്നും പറയുന്നുണ്ട് ആ മെയിലിൽ. ബാച്ച ബോയ്സ് എന്നാണ് ഇതിനെ അറിയപ്പെടുക. ഇത് അഫ്ഗാനിസ്ഥാനിലൊക്കെ ഭയങ്കര കോമൺ ആണ്. അഫ്ഗാനിസ്ഥാനിലും ഈ പാകിസ്ഥാനിലും ഇങ്ങനത്തെ അണ്ടർ ഏജ് ഈ പയ്യന്മാരിനെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ പേരിൽ ഹ്യൂമൻ ട്രാഫിക്കിങ് പോലെ എന്തൊക്കെയോ അവിടെ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് കുറേ ഡോക്യുമെൻ്ററീസൊക്കെ ഉണ്ട്. ഇവർക്കിങ്ങനെ ഏജ് ഓഫ് കൺസെൻറ്റ് 18, ഏജ് ഓഫ് കൺസെൻ്റ് അല്ല, ഈ പ്രായപൂർത്തി 18, അതൊന്നും അവർക്കൊരു വിഷയമല്ലല്ലോ. ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനാണ് ഇതിന് ഭയങ്കര ഫേമസ്. ബാച്ച ബോയ്സ് എന്നോ അങ്ങനെ എന്തോ ആണ് അതിനെ വിളിക്കുക ഇങ്ങനെയുള്ള ആൾക്കാരിനെ. ഇത് ഡൈൻകോർപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ മിലിറ്ററി കോൺട്രാക്ടർ ആയിട്ടുള്ള ഒരു ടീംസിന് ഇവർ പിംപ് ചെയ്തു ഡൈൻകോർപ്പ് എന്ന് പറയുന്നുണ്ട് അവരുടെ ഒഫീഷ്യൽസിന്. 2010 ഈ സംഭവം. ഹിലരി ക്ലിൻ്റൺ അന്ന് ചീഫ് ഓഫ് സ്റ്റാഫാണ്, ഒബാമയാണ് അന്ന് പ്രസിഡൻറ്റ്. അപ്പോൾ ഈ ഷെറിൽ എന്ന് പറഞ്ഞിട്ടുള്ള വക്കീൽ ഹിലരി ക്ലിൻ്റന് അയച്ച മെയിൽ ഇതുണ്ട്. അവർ ആ സ്റ്റോറിനെ സപ്രസ് ചെയ്യണോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇനി അതേപോലെ വേറൊരു വിയേർഡായിട്ടുള്ളൊരു സാധനം, ഈ നമ്മുടെ ഇബേക്കില്ലേ, അതുപോലെ നമ്മളിവിടെ ഉണ്ടോയെന്ന് അറിയില്ല, എച്ച്.സി എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്. അതായത് നമുക്ക് എന്ത് വേണമെങ്കിൽ അതിൽ വിൽക്കാം. ഇബേ കൈൻഡ് ഓഫ് ഇബേ പോലെ തന്നെ ഇവിടെ ഉണ്ട് തോന്നുന്നു എച്ച്.സി, പക്ഷേ ഇന്ത്യൻ പ്രൊഡക്ട്സ് കിട്ടുമോ എന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്, ഇബേ പോലത്തെ ഒരു വെബ്സൈറ്റാണ് ഈ ആർട്ടിസ്റ്റിക് സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. അതിൽ കുറേ വിയേർഡ് ലിസ്റ്റിങ് ആൾക്കാർ കണ്ടുപിടിക്കുകയാണ്. ജനറേറ്റഡ് പോലെ പിസ്സ ഇങ്ങനെ കുറേ വെച്ചിരിക്കുക. കുറേ കുട്ടികൾ പിസ്സ കഴിക്കുന്ന പോലത്തെ കുറേ ഫോട്ടോസ്, അത് ജനറേറ്റഡ്, വരച്ചത് പോലുമല്ല, ആർട്ട് വർക്കാണെന്നും കൂടി പറയാൻ പറ്റില്ല. പിസ്സ, പിന്നെ റിയൽ പിസ്സൻ്റെ 2-3 ഫോട്ടോ എടുത്തിട്ട് പിസ്സ ഫോർ സെയിൽ. ഓക്കെ, പിസ്സ ആയിരിക്കും വിൽക്കണത്. എത്ര രൂപയ്ക്കാണ് വിൽക്കണത്? ഭയങ്കര വില. അത് $40,000, $50,000, $100,000 ഒക്കെയാണ് അതിൻ്റെ വില ഇട്ടിരിക്കുന്നത്. ആക്ച്വലി ഇവർ എന്താ വിൽക്കുന്നത് ആർക്കും അറിയില്ല. കോഡാണോ അതോ ശരിക്കും പിസ്സയാണോ? ഇപ്പം അതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കോയിൻസിഡൻസും ഇങ്ങനെ വിയേർഡ് തിങ്സിൻ്റെ ഒരു ലോകം. അതേപോലെ സെലിബ്രിറ്റീസിൻ്റെ കാര്യം എടുത്താൽ, എൻ്റെ പൊന്നോ, സെലിബ്രിറ്റീസിൻ്റെ കാര്യം എടുത്താണ്ടല്ലോ, ജെനിഫർ ആനിസ്റ്റൺ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ പിസ്സ പാർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. പിസ്സ പാർട്ടി, ഞങ്ങളൊരു പിസ്സ പാർട്ടി നടത്തി, ഹൗ വാസ് ദ പിസ്സ പാർട്ടി, ഇറ്റ്സ് വെരി എൻജോയബിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അതേപോലെ ക്രിസി ടീഗൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജോൺ ലെജൻഡ് എന്ന് പറഞ്ഞൊരു പാട്ടുകാരുണ്ട്. അയാളുടെ ഒരു ഭാര്യയുണ്ട്, ക്രിസി ടീഗൻ എന്നാണ് പുള്ളിക്കാരുടെ പേര്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കുറച്ച് വൈറലായിട്ട് നിൽക്കുന്ന അവരുടെ കുറച്ച് ട്വീറ്റുകളുണ്ട്. എൻ്റെ മോനെ, ഐ ആം ഗോയിങ് ടു ജയിൽ ഓവർ പിസ്സ. ഇതൊക്കെ ഡിലീറ്റഡ് ആണ്. സീയിങ് ലിറ്റിൽ ഗേൾസ് ഡൂ ദ സ്പ്ലിറ്റ്സ് ഹാഫ് നേക്കഡ് ഈസ് ജസ്റ്റ് ഐ വാണ്ട് ടു പുട്ട് മൈസെൽഫ് ഇൻ ജയിൽ.
I am about to do Anthony Weiner this kid. What the fuck? എന്താണിത്? I just saw a baby that looked like a porn star. Like a trashy do anything porn star. Is this wrong too? I am bored. I really want to watch kids give birth. Where can I watch teens giving birth? MTV? I mean that. Does it make really sense? എനിക്ക് വയ്യ അതൊന്നും വായിക്കാൻ. ഇതൊക്കെ പ്രാന്ത് സംഭവങ്ങൾ. പിന്നെ പിസ്സ പാർട്ടി, പിസ്സ മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പിസ്സ ഭയങ്കര ഇഷ്ടമാണ്. കേറ്റി പെറിൻ്റെ ഒരു കോസ്റ്റ്യൂമൊക്കെ ഉണ്ട്. പിസ്സ ഫുള്ളിങ്ങനെ പിസ്സ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കേറ്റി പെറിൻ്റെ ഒരു കോസ്റ്റ്യൂമൊക്കെ ഉണ്ട്. അങ്ങനെ ഫുൾ വിയേർഡ് തിങ്സാണ് അബൌട്ട് ദിസ് പിസ്സ കോഡ് നെയിമും ബാക്കിയുള്ള ഈ ആൾക്കാരുടെ ഈ ഒരു സംഭവം. ഇതൊക്കെ ഉള്ളതാണോ, ഇതൊക്കെ ഇല്ലാത്തതാണോ, ഇതൊക്കെ വെറുതെ ഒരു പൊളിറ്റിക്കൽ ഒരു ഈ ഡൊണാൾഡ് ട്രംപിനെ ജയിപ്പിക്കാൻ വേണ്ടി ആൾക്കാർ ഉണ്ടാക്കി വിട്ടതാണോ, ഒന്നും ആർക്കും അറിയില്ല. ബട്ട് സംതിങ് വിയർഡ് ഈസ് ഹാപ്പനിങ്. അത് ഉറപ്പാണ്, എനിക്ക് ഉറപ്പാണ്. ഞാനിപ്പോൾ ഇത്രയും കണ്ടതിൽ ഇതിലിപ്പോൾ ഒരുപാട് ഇനിയുണ്ട്. ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൻ്റെ ഞാൻ പറഞ്ഞില്ല, ഒരു 1 hour വീഡിയോ ഉണ്ട്. അത് നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അയച്ചു തരാം. അത് എക്സിലേ ഉള്ളൂ, യൂട്യൂബിലൊന്നുമില്ല. പക്ഷെ അതിങ്ങനെ ഇത്തിരി ഓവറാണ്. അത് ഇങ്ങനെ പോയി അവസാനം ഞാൻ പറഞ്ഞില്ലേ, കോണ്ട വെച്ച് കളിക്കുന്ന പിള്ളേരിന് വരെ എത്തി. ചെറിയ കുട്ടികളെ, അതാണ് അവൻ്റെ പ്രൊഫൈൽ പിക്കോ. അതാണ് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒറ്റ പിക്കുള്ളൂ. എന്താ അവിടെ നടക്കണ്? ഇങ്ങനെയാവും നമ്മൾ അവസാനം. ഇപ്പം ജെഫ്രി എപ്സ്റ്റീൻ ഇല്ല. ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറഞ്ഞ ഒരാളെ ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതൊക്കെ നിനക്ക് വല്ല പ്രാന്താണ്, ഇതൊക്കെ വിശ്വസിക്കാൻ നമ്മൾ പറയാം. പക്ഷേ എപ്സ്റ്റീൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതൊക്കെ ഉണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്. ഇഫ് യു വാണ്ട് ടു ഡിഗ് ഡീപ്പ് ഇൻ ടു ഇറ്റ്, ആ പോഡ്കാസ്റ്റും കൂടി ഒന്ന് കാണാം. എപ്സ്റ്റീൻ്റെ പോഡ്കാസ്റ്റ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്, എടുത്ത് നോക്കുക. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി, അവസാനം ഒരു കാര്യം കൂടി സംഭവിച്ചു. 2016 ഒരാൾ തോക്കൊക്കെ കൊണ്ട് വന്നിട്ട് ഷൂട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കോമറ്റ് പിസയിൽ. അവിടെ ബേസ്മെൻറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അത് മിക്കവാറും ഇവരെന്നെ വിട്ടതായിരിക്കും. അതിൻ്റെ അവസാനം ആൾക്കാർ പറഞ്ഞു അവിടെ പി സി ഒന്നും ഇല്ല, അവിടെ ബേസ്മെൻ്റ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കേസ് ഒഴിവാക്കി. ഒരാൾ തോക്കും കൊണ്ട് വന്നു, ഇവിടെ കുട്ടികളൊക്കെ പിടിച്ചു വെച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അയാൾ അവസാനം 2025 ഈ കൊല്ലം അയാൾ പോലീസിൻ്റെ എന്നെ വെടികൊണ്ട് മരിക്കുകയും ചെയ്തു വേറൊരു കേസിൽ. അപ്പോൾ ഇത് ഇങ്ങനെ തീരില്ല ഈ കോൺസ്പിരസി. അതായത് കോൺസ്പിരസി ആ ആംഗിൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു വിശ്വാസ്യത, ഒരു ലോജിക്കുള്ളതും ഉണ്ട്. പിന്നെ വെറുതെ എല്ലാവരും ലിസാർഡാണ്, അയ്യോ നമ്മളെ പിടിക്കാൻ പറ്റും, അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞതെല്ലാം ആക്ച്വലി ഉള്ള കാര്യങ്ങളാണ്. ഇപ്പം ഇല്ലാത്തതോ ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം ഉള്ളതാണ്. നമുക്ക് ഡോട്ട്സ് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇയാൾ വിയേർഡാണ്, ഇയാളുമായിട്ട് കണക്ഷൻ ഉണ്ട്, ഇവരും ഇവരുമായിട്ട് കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇയാളും വിയേർഡ്, അപ്പോൾ ഇവർ തമ്മിൽ എന്തോ ചെയ്യുന്നുണ്ട്, അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇവരങ്ങനെ അവിടെ പോയി ഇവിടെ പോയി അങ്ങനെ പറയാൻ പോയാൽ പിന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം, ഇഷ്ടം പോലെ പറയാം. അത് വേണ്ട. ഇതാണ് സംഭവം. ഇത്രേ ഉള്ളൂ വീഡിയോ. പറഞ്ഞ പോലെ കൂടുതൽ ഇതിൽ ഡിഗ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ റൂട്ടൊക്കെ എങ്ങോട്ടാണ് ഇത് പോകണതെന്ന് അറിയുകയാണെങ്കിൽ എപ്സ്റ്റീൻ്റെ പോഡ്കാസ്റ്റ് കൂടി കാണാം. ഓക്കെ, that's it. I hate doing these kind of topics. It fucks our brain. Okay.